സ്നേഹിതരും ബ്രൈറ്റ് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. സമയത്ത് സ്നേഹിതരും ബ്രൈറ്റ് ഫാമിലി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മാറ്റപ്പെടുത്താം.
ആമേ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം പരിശുദ്ധനായ ദൈവമേ സ്വർഗ്ഗീയ പിതാവേ അനുഗ്രഹമായ നല്ല രാത്രിക്കാണ് നന്ദിയോട് സ്തുതിയും സ്തോത്രം എനിക്ക് ഇവിടെ ഒരു പാട്ട് പാടുക സ്തോത്രം ഒരുവനായ ദൈവം സഹായിച്ചു വൻകുറുക്കാൻ നന്ദിയോട് സ്തുതിയും സ്തോത്രം 12 മണിക്കൂറെല്ലാം കർത്താവിന്റെ കരുതലും കാവലും സൂക്ഷ്മ സന്ധ്യാസമിതി കർത്താവ് സ്നേഹദൂരം പ്രേയർ ഫാമിലിയായ എല്ലാവരും ഒരുമിച്ച് കർത്താവ് രാത്രിക്കാരാണ് പാദത്തിലേക്ക് അടുത്തുള്ള സ്വർഗ്ഗത്തിൽ വലിയവനായ ദൈവം അവിടെ സഹായിച്ച അവൻ കുടുംബക്കായി നന്ദിയോട് സ്തുതിക്കുന്ന സ്തോത്രം കർത്താവെ കഴിഞ്ഞ കാലം കർത്താവെ കണ്ണിലും കാലം വീശുന്നും പ്രാണമണത്തും കർത്താവ് കാത്തുവാഴ്ച ഈ ശനിയാഴ്ച രാത്രികാലം പിന്നെയും കർത്താവെ അപ്പനെ അങ്ങ് ഉയർത്തുക അപ്പൊ അവർ സഹായിച്ച അവൻ കുടുംബക്കായി നന്ദിയോട് സ്തുതിക്കുന്ന സ്തോത്രം കർത്താവ് എത്രയോ പ്രിയപ്പെട്ട ഒരാഴ്ച ലോകത്ത് മാറ്റപ്പെടുമ്പോൾ അനേക രോഗികളെ ദുഃഖിതരായ സമാധാനമില്ല സന്തോഷമില്ലായ്മ അനേക മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു അനേക കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ അനേക ഭാര്യ ഭർത്താക്കൾ നഷ്ടപ്പെട്ട രോഗികളായി തീർന്നപ്പോൾ അതിന് മധ്യ എല്ലാ ആരോഗ്യത്തോടെ ബലത്തോടെ ദീർഘായുസോടെ ഓരോ ദിവസവും കർത്താവെ കോഴിയുടെ കുഞ്ഞിനെ ചെറിയ കർത്താവ് മറയ്ക്കുന്ന പോലെ കഴുതന്റെ കുഞ്ഞിനെ ചെറിയ മീത വായിക്കുന്ന പോലെ ഒരാഴ്ചക്കാലം എല്ലാവരെയും കാത്തു വെച്ച് നടത്തിയ എല്ലാ വിധക്കായി നന്ദിയോട് സ്തുതിക്കുന്ന ആപത്താന്തങ്ങളെല്ലാം കർത്താവെ പിടിപെടാവുന്ന സ്ഥാനത്ത് കർത്താവ് ഞങ്ങൾ എല്ലാവരും സൂക്ഷിച്ചിട്ടുള്ള കർത്താവെ ആമേ ഞങ്ങൾ നിന്നതല്ല കർത്താവെ അവിടെ നിർത്തണവൻകുറുക്കായി നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രിക്കുന്നു ഓരോ ദിവസം പാട്ടുകാരനോട് ചെന്ന് അധികമില്ല യാത്ര ഇനി അധികമില്ല ഹാലിൽ എൻ്റെ പ്രിയനോട് എത്രയോ ചേരുവാൻ ആമേ ഹാലില്ല കർത്താവെ 5 കനിയ പോലെ വിളക്കിലെണ്ണ കരി രാത്രിക്കാലം ഒരുങ്ങിയിരിപ്പം കർത്താവെ ഓരോരുത്തരോട് ഇടയാക്കണമേ നമ്മോട് പ്രാർത്ഥിക്കുന്നു ഈ സ്നേഹത്തിലും പ്രയർ ഫാമിലിയായിരിക്കും എല്ലാ കുടുംബങ്ങളെയും ഈ രാത്രിക്കാലം വിദേശം സ്വദേശക്കാരിക്കും എല്ലാം പ്രിയപ്പെട്ടേ ഒരുമിച്ച് കർത്താവ് പിതാവിന്റെ പുത്രനായ പരിശുദ്ധനാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ലൈവ് ശ്രദ്ധിക്കുന്ന എല്ലാവരെയും അപ്പോൾ ഈ രാത്രിക്കാലത്ത് വചന ശുശ്രൂഷ എല്ലാവരും ജീവിതം വളരെ അനുഗ്രഹമായി വിടുതലായി തിരുവങ്ക താവെഴുന്നേക്കണമേ രാത്രികാലം രോഗികളായി ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു പൂർണ്ണമായ വിടുതൽ ആശ്വാസവും എല്ലാ പറ്റും കൽപ്പിക്കണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ സുഷ്മദാസന് കരങ്ങൾക്ക് ഉപയോഗിക്കണമേ അപ്പൊ ആ കൃഷ്ണ മകനും സംസാരിപ്പ അവിടുന്ന് അധികാരപ്പെടുത്തുമാറാണ് മേൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ ശക്തമായി കരങ്ങൾ ഉപയോഗിക്കുമാറാണ് പുതുശക്തി ദാസന മേലാകും പകർന്ന് കർത്താവ് ശക്തിയോടെ കർത്താവെ അങ്ങ് എഴുന്നേൽപ്പിക്കണമോ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അനേക ആയിരങ്ങൾ വിടുതലായി തീരുവ സൗഖ്യമായി തീരുവ കർത്താവെ ഇടയാക്കണമേ എന്ന് അവിടുത്തെ പ്രാർത്ഥിക്കുന്നു അപ്പൊ എന്റെ കരം കർത്താവ് കൂടി എന്ന് പ്രവർത്തിക്കണമേ പ്രാർത്ഥനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ദേവദാസനെ ക്ഷണിച്ചുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ കർത്താവിൻ്റെ തിരുവചനവുമായി നിൽപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ആമേൻ. ഈ ഒരാഴ്ച മുഴുവൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ആമേൻ നമ്മെ അവിടെ ഇവിടങ്ങളായി സൂക്ഷിച്ചു പരിപാലിച്ചു. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി കരുണയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആമേൻ ആ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ദൈവം എത്ര നല്ലവനാണ്, ദൈവം എത്ര വിശ്വസ്തനാണ്. ആമേൻ. എത്ര പറഞ്ഞാലും മതിവരാത്ത പറഞ്ഞു തീരാത്ത ദാനങ്ങൾ കൊണ്ട് ഓരോ നിമിഷവും അനുദിന ജീവിതത്തിൽ ദൈവം നമ്മെ അവിടെവിടങ്ങളായി സൂക്ഷിക്കുന്ന പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തത ആമേൻ എത്രയോ വലിയതെന്ന് അനുഭവിച്ചറിയുന്ന ദൈവമക്കൾക്ക് മൗനമായിരിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം സകലതും നന്മയ്ക്കാക്കി തീർക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും തന്നെ സ്നേഹിക്കുന്ന തൻ്റെ മക്കൾക്ക് സകലതും നന്മയ്ക്കാക്കി തീർക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും ആമേൻ അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുല്യനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ വന്ദനം ചൊല്ലുകയാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനവുമായി ഈ സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തിൻ്റെ അറ്റത്തോളം ആയിരിക്കുന്ന ദൈവജനത്തോട് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ ആമേൻ ഈ രാത്രിയിലും ദൈവിക സന്ദേശം പങ്കുവെക്കുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മഹൽ ഭാഗത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ സ്തുതികളിൽ വസിക്കുന്ന സർവശക്തനായ ദൈവം അവൻ്റെ മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആമേൻ അതേ ആഗതനായിട്ടുണ്ട്. അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. തിരുവചനത്തിനകത്ത് ആമേൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ എന്ന് അവകാശപ്പെട്ട യേശു നാഥനെ ആമേൻ
ജീവിതത്തിൽ രുചിച്ചറിയുവാൻ അതെ കൃപ ലഭിച്ച ദൈവമക്കൾ ഭാഗ്യവാനാകുന്നുവെന്ന് സത്യവേദ പുസ്തകത്തിനകത്ത് വളരെ ശക്തവും വ്യക്തവുമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ലോകത്തിന്റെ അറ്റത്തോളം അവന്റെ സാക്ഷ്യം വഹിപ്പാൻ കൃപ ലഭിച്ചവരാണ് ദൈവമക്കൾ, അഥവാ ഞാനും നിങ്ങളും. ഇന്ന് രാത്രി ആ സന്തോഷമുള്ളവർ ആമേൻ കരമടിച്ച് എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഇന്ന് പകലിലും മഹിമ കണ്ട സാക്ഷികളായി ജ്യോതിസുകളെ പോലെ പ്രകാശിപ്പാൻ ആമേൻ കൃപ ലഭിച്ച ദൈവമക്കളെ, പ്രത്യാശയുടെ ആമേൻ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊണ്ട് ആമേൻ താൻ ഇരിക്കുന്നിടത്ത് അവനിൽ വിശ്വസിക്കുന്നവരെ കൊണ്ടിരുത്തുവാൻ എത്രയും വേഗം വരാമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആ വരവിന് മുന്നോടിയായി ആമേൻ ലോകത്തിൽ നിറവേറേണ്ട തിരുവചന സത്യങ്ങൾ ആമേൻ നിറവേറിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ആമേൻ ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ഈ തലമുറയിൽ യേശു വരുമെന്ന് പറഞ്ഞാൽ എത്ര പേര് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും? എൻ്റെ പൊന്നു സഹോദര, എൻ്റെ പൊന്നു പാസ്റ്ററെ, പൊന്നു ബ്രദറെ, ഇതൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായെന്ന്. അപ്പൂപ്പന്മാരുടെ കാലം തൊട്ട് എന്നാ അങ്ങ് നോവയപ്പച്ച മുതൽ പ്രസംഗിക്കാൻ തുടങ്ങിയ പ്രസംഗം ഇന്നും പഴഞ്ചൻ പ്രസംഗമല്ലാതെ പുതുമയുള്ള എന്തെങ്കിലും പറയാൻ നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് രാത്രി നോവാപ്പച്ച പ്രസംഗിച്ച അതേ വചനത്തിനകത്തെ ഉദ്ധരണികൾ എടുത്തുകൊണ്ട് നോഹയുടെ കാലം പോലെ ഭൂമിയെ ന്യായം വിധിക്കുവാൻ അതേ കർത്താവ് വരാൻ പോകുകയാണെന്നുള്ള സന്ദേശം ഇന്ന് രാത്രിയിലും ഈ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുവാൻ സ്വർഗത്തിലെ വലുവനായ ദൈവം ആമേൻ എന്നെ ശക്തനാക്കി നിർത്തിയ ദൈവത്തിന്റെ വൻ കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ആമേൻ. സ്തെഫാനോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആമേൻ അനുഗ്രഹീതമായ ഒരു സന്ദേശം ലോകത്തോട് പറഞ്ഞു. ഒറ്റ പ്രസംഗമേ പ്രസംഗിച്ചുള്ളൂ. അതോടുകൂടെ ആമേൻ കർത്താവിന് വേണ്ടി അവൻ രക്തസാക്ഷിത്വം വഹിക്കേണ്ടതായിട്ട് വന്നു. പക്ഷേ ഒറ്റ പ്രസംഗമേ പ്രസംഗിച്ചുള്ളെങ്കിലും ലോകത്തെ കിടുകിട വിറപ്പിക്കുവാൻ ശക്തനായ ഒരു അഭിഷക്തനെ അവന് ശേഷം ആമേൻ സ്വർഗത്തിലെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി. സത്യത്തിനു വേണ്ടി നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലെ ഒന്നേ പ്രസംഗിച്ചുള്ളെങ്കിലും അല്പകാലമേ ഈ ലോകത്തിൽ ജീവിക്കുവാൻ അവസരം ലഭിച്ചുള്ളെങ്കിലും സത്യത്തിനു വേണ്ടി നിൽപ്പാൻ തക്കവണ്ണം ഇടയാകണം. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും അതേ പിന്മാറി നിൽക്കുന്നവൻ. ഹല്ലേലൂയ. പ്രിയനെ, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിലും അധികം സന്തോഷം വേറെ എനിക്കില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയനെ, നിങ്ങൾ ആമേൻ ശുഭമായിരിക്കുന്നത് പോലെ സകലത്തിനും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാ. ഈ പ്രാരംഭത്തിൽ ആമേൻ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരും ശാരീരികമായും ആത്മീയമായും ഭൗതികമായും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്ക് ആധാരമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ വേദശകലത്തിലേക്ക് ശ്രോതാക്കളുടെ ശ്രദ്ധയെ സാദരം ക്ഷണിച്ചുകൊള്ളുകയാ. അമ്മേൻ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 5-ാം വാക്യമാണ് ഇന്ന് രാത്രി ഈ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുവാൻ സ്വർഗത്തിലെ വലുവനായ ദൈവം നൽകിയിരിക്കുന്നത്. ആമേൻ. ദൈവത്തെ എങ്ങനെ സന്തോഷിപ്പിക്കാം എന്നൊരു ചിന്തയാണ് ഇന്ന് രാത്രി നാം ഒരുമിച്ച് ധ്യാനിപ്പാനായി പോകുന്നത്. എൻ്റെ പൊന്ന് സഹോദര, ഞാനും എൻ്റെ ഭാര്യയും എങ്ങനെ സന്തോഷിക്കാമെന്ന് ഉള്ള വല്ല കാര്യമുണ്ടെങ്കിൽ പറ. ആമേൻ. ഒത്തിരി കാലമായി ഞങ്ങളൊന്ന് സന്തോഷിച്ചിട്ട്, അതെ ഞാനും എൻ്റെ മക്കളും ഞങ്ങൾക്കുണ്ടായ മക്കളും ഒന്ന് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറ. കുറേയും കൂടെ വെട്ടിപ്പിടിച്ച് മണിസൗധങ്ങൾ പണിത് വീടിനോട് വീടും വസ്തുവിനോട് വസ്തുവും ആമേൻ സൗന്ദര്യത്തോട് സൗന്ദര്യവും ആമേൻ ക്രമക്കേടിനോട് ക്രമക്കേടും കൂട്ടിക്കൊണ്ട് എങ്ങനെ ശിഷ്ടായുസ് ഈ ഭൂമിയിൽ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ കഴിയുമെന്നുള്ള കാര്യം വല്ലതും ഉണ്ടെങ്കിൽ പറ. ആമേ. 10 വെച്ചാൽ 100, 100 വെച്ചാൽ 1000. ആമേ. ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പറ. ആമേ. ഇന്ന് രാത്രി അതൊന്നും പറയുവാനല്ല ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ കൂട്ടായ്മയ്ക്കകത്ത് ആമേൻ ഈ സോഷ്യൽ മീഡിയയിലൂടെ എന്നെ നിർത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം അത് കേൾക്കുന്ന ശ്രോതാവേ, ഈ കാണുന്നതെല്ലാം മായയാ. നിത്യമായ സ്വർഗത്തിൽ നിന്നെ എത്തിക്കുവാൻ ഉതകുന്ന ഉയരത്തിലെ ചിന്തകളാൽ അലങ്കൃതമായ സത്യവേദ പുസ്തകത്തിനകത്തെ ശകലങ്ങൾ വായിച്ച് അതിനകത്ത് നിന്ന് ചില ആലോചനകൾ പങ്കിട്ട് ഇന്ന് രാത്രി കൂട്ടായ്മ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന ശ്രോതാവേ, നീയും നിന്റെ കുടുംബവും നീയും നിന്റെ പ്രിയപ്പെട്ടവരും ഈ ഭൂമിയിൽ ആമേൻ ഒതുങ്ങിത്തീരുന്ന ഒരു ജീവിതത്തിന് ഉടമയായിട്ടല്ല ദൈവം ഈ ഭൂമിയിൽ നിന്നെ ആക്കി വെച്ചിരിക്കുന്നത്.
ക്ഷണിക കാലം, അല്പകാലം ഈ ഭൂമിയിലെ വാസം കഴിഞ്ഞ് ആമേൻ നിത്യമായ ഒരു സ്വർഗമുണ്ട്. അവിടേക്ക് നിന്നെ എത്തിക്കുവാൻ ഉതകുന്ന ഉയരത്തിലെ ചിന്തകളാൽ ഇന്ന് രാത്രി താങ്കളെ ആമേൻ നിറയ്ക്കുവാൻ ശക്തനായ ദൈവത്തിന്റെ ബന്ധനമില്ലാത്ത വചനം ഇന്ന് രാത്രി താങ്കളെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തിയുള്ളതാ. താങ്കളുടെ തലമുറകളെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തിയുള്ളതാ. താങ്കളുടെ ജീവിത പങ്കാളിയെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തിയുള്ളതാ. ഈ സന്ദേശം ലോകത്തോട് വിളിച്ചു പറയുവാൻ കൃപ ലഭിച്ച അഭിഷക്തന്മാരെ, ലോകത്തിന്റെ അറ്റത്തോളം ഏതെങ്കിലും 4 ഭിത്തിക്കകത്ത് ഉതങ്ങുന്ന അത് കഴിയുന്ന സംഖ്യയുള്ള ജനത്തിന്റെ നടുവില് ഓളമുണ്ടാക്കി കാശുണ്ടാക്കുന്ന ഒരു പരിപാടിയല്ല സ്വർഗം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിത്യജീവൻ എന്തെന്നറിയാത്ത ആയിരങ്ങൾ പാപത്തെ വെള്ളം പോലെ കുടിച്ച് അത് പാല് പോലെ സേവിച്ച് നിത്യ നരകത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, യോഗ്യരായിക്കൊണ്ടിരിക്കുമ്പോൾ സത്യമെന്തെന്നറിയുവാൻ അവരുടെ കാതുകളിൽ കേൾക്കത്തക്ക വിധത്തിൽ ലോകത്തിൽ പ്രസംഗിക്കുവാൻ നൽകപ്പെട്ട സത്യ സുവിശേഷത്തെ മായം ചേർക്കാതെ, കലർപ്പില്ലാതെ, തനിമ നഷ്ടപ്പെടാതെ ആയിരങ്ങളുടെ നിത്യതയെ ഉറപ്പാക്കുവാൻ ഉതകുന്ന ജീവന്റെ സന്ദേശം തല പോകേണ്ടി വന്നാലും, രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നാലും, ആമേൻ അഗ്നി ചൂളയ്ക്കകത്ത് എറിയപ്പെട്ട എബ്രയ ബാലന്മാരെ പോലെ രാജദ്രോഹത്തിനു വേണ്ടി ആമേൻ അതെ ഡൊണീഷൻ ചക്രവർത്തി അട്ടഹസിക്കുന്ന തിരമാലകളും കൂറ്റൻ കഴുകന്മാർ വട്ടമിട്ട് റാഞ്ചം കഴുകന്മാർ പറക്കുന്ന തികച്ചും ഭയാനകമായ ആ പത്മോസിന്റെ ഏകാന്തതയിലേക്ക് നാട് കടത്തപ്പെട്ടാലും ദൈവവചനത്തെ സത്യം ഉള്ളതുപോലെ വിളിച്ചു പറയുവാൻ, സത്യം ഉള്ളതുപോലെ പ്രസംഗിക്കുവാൻ കൃപ ലഭിച്ച അഭിഷക്തന്മാരെ, ഈ ലോകം മുഴുവൻ ഒറ്റക്കെട്ടായി നിന്ന് നിന്നെ ഒതുക്കാൻ നോക്കിയാലും ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളതിന് ജയിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവ സഭയുടെ നാഥൻ സ്ഥാപിച്ച സഭയുടെ ശുശ്രൂഷകനായി ലോകത്തിന്റെ അറ്റത്തോളം എത്തുവാൻ ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ശക്തീകരിപ്പാൻ അവൻ ശക്തനാണ്. നിന്റെ മുമ്പിൽ അലയൊളിച്ചുയരുന്ന സകല പ്രതികൂലങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ നിന്നെ ശക്തനാക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഈ ലോകം എന്നെ അറിഞ്ഞില്ല, അതുകൊണ്ട് നിങ്ങളെയും അറിയും. ഈ ലോകം എന്നെ പകച്ചതുപോലെ, ഈ ലോകം എന്നെ ക്രൂശിച്ചതുപോലെ സത്യത്തിനു വേണ്ടി നിൽക്കുന്ന നിനക്കും അതേ പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. എന്നാൽ അതിന്റെ നടുവിലും ഒരു ഉയർപ്പ്, രൂപാന്തരം പ്രാപിക്കുവാൻ കൃപ ലഭിച്ചവരാ സ്വർഗത്തിലെ വലുവനായ ദൈവത്തെ അനുഗമിക്കുന്ന തന്റെ മക്കൾ. അവന്റെ വരവിന് മുമ്പ് ഈ ശരീരം വിട്ട് മണ്ണോട് മണ്ണായി മാറേണ്ടി വന്നാലും മണ്ണിന് വിട്ടുകൊടുക്കാതെ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്ന വൃതന്മാരെ ഉയർപ്പിന്റെ പൊൻപുലരിയിൽ ഉയർപ്പിക്കുന്ന ഉയരത്തിൽ അഭിഷേകത്തിന്റെ ശക്തി, രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നാലും ലോകത്തോട് പറയേണ്ട സത്യത്തെ വിളിച്ചു പറയുവാൻ കൃപ ലഭിച്ച അഭിഷേക്തന്മാരെ ക്ഷീണിച്ചു പോകരുത്, ഭ്രമിക്കരുത്, ഭയപ്പെടരുത്. ദാനിയേലിന്റെ നേരെ കുറ്റം ചുമത്തിയത് അവന്റെ ദൈവത്തോടല്ലാതെ അവൻ പ്രാർത്ഥിക്കുന്നത് ലോകത്തിന് പിടിച്ചില്ലെന്ന്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ഇന്ന് രാത്രിയിലെ സന്ദേശം ഒരു പക്ഷേ നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലായിരിക്കാം. എന്നാൽ സത്യമായി പറയാതിരിക്കാൻ കഴിയത്തില്ല. ഇത് 4 ഭിത്തിക്കകത്ത് ഒതുങ്ങുന്ന ഏതാണ്ട് 400 പേർക്ക് മാത്രം പ്രാപിക്കാനുള്ള ഒരു നിത്യതയെ കുറിച്ചല്ല സത്യവേദ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രി ചിലരും കൂടെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ സത്യവേദ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന വേദശകലങ്ങളെ വായിച്ച് ഈ മീഡിയയിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം ഈ സന്ദേശം വിളിച്ചു പറയുന്നത് താങ്കളും നിത്യത പ്രാപിക്കുവാൻ വേണ്ടിയാ, താങ്കൾക്കും നിത്യത ഉറപ്പാക്കുവാൻ വേണ്ടിയാ. അതുകൊണ്ട് ദൈവത്തെ എങ്ങനെ സന്തോഷിപ്പിക്കാം? ആമേൻ, ഹല്ലേലൂയ. മക്കളെ എങ്ങനെ സന്തോഷിപ്പിക്കാം? അവർ ചോദിക്കുന്നത് എങ്ങനെ വാങ്ങിച്ചു കൊടുക്കാം? അവർക്ക് ഇഷ്ടപ്പെട്ട വണ്ടി, അവർക്ക് ഇഷ്ടപ്പെട്ട മൊബൈല്, അവർക്ക് ഇഷ്ടപ്പെട്ട വീട്, അവർക്ക് ഇഷ്ടപ്പെട്ട വിവാഹം എങ്ങനെ നടത്താം എന്നുള്ള ചിന്തയല്ല. നിന്നെയോ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ കണ്ടവ ദൈവത്തെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്നുള്ള സന്ദേശം അത്രേ ഇന്ന് രാത്രി ശ്രോതാവേ നിന്റെ കാതിൽ കേൾക്കുവാൻ ദൈവം ഇന്ന് രാത്രി അവസരം ഒരുക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ എന്നോട് ചേർന്ന് കരമടിച്ച കർത്താവിന്
മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ലോകത്തിൽ ആമേൻ ബിവറേജിൽ പോയാൽ സന്തോഷിക്കാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ലോകത്തിൽ ഫിലിംസ് ആമേൻ അതെ സ്റ്റാറുകളായി അതെ ആമേൻ അതെ അഭിനയിക്കുന്നവരെ ആമേൻ അതെ ഫോളോ ചെയ്താൽ സന്തോഷിക്കാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. കൂട്ടുകെട്ടിലൂടെ ആമേൻ ചീട്ടുകളിയിലൂടെ അങ്ങനെ ക്രമക്കേടിലൂടെ എങ്ങനെ സന്തോഷിക്കാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഭാര്യയെ കൊന്നിട്ടാണെങ്കിലും അപ്പനെ കൊന്നിട്ടാണെങ്കിലും അതെ കൂട്ടിക്കൊടുത്തിട്ടാണെങ്കിലും മക്കളെ വിറ്റിട്ടാണെങ്കിലും ആമേൻ സ്വത്തുക്കൾ നശിപ്പിച്ചിട്ടാണെങ്കിലും എങ്ങനെ സന്തോഷിക്കാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. തെറ്റുപറ്റിപ്പോയി. ഇന്ന് രാത്രി ദൈവത്തെ എങ്ങനെ സന്തോഷിപ്പിക്കാം ആമേൻ ചിന്തിക്കാം, വായിക്കാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 5-ാം വാക്യം. അതെ യോർദാനിൽ ആമേൻ പലരും പറയുന്നുണ്ട് കലക്ക വെള്ളത്തിൽ അതെ മുങ്ങിപ്പൊങ്ങിയ രക്ഷ പ്രാപിക്കുമോ? അതെ യോർദാനിൽ 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 ഇരു കരയും കവിഞ്ഞൊഴുകുന്ന യോർദാൻ. ആമേൻ. വർഷകാലത്തും ശൈത്യകാലത്തും ആമേൻ അത് ഇരു കരയും കവിഞ്ഞൊഴുകുന്ന യോർദാൻ, ആ മരണ യോർദാൻ. ആമേൻ. ആ യോർദാനിൽ ഇതാ യോഹന്നാൻ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ലോകത്തിൽ ആമേൻ അനേകർ കാണുക യോഹന്നാൻ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതുവഴി ഒരുവൻ വരികയാണ്. ഹല്ലേലൂയ. അവന്റെ ചെരുപ്പിന്റെ വാർ അഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് സ്വയം ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുന്ന യോഹന്നാന്റെ കൈക്കീഴിൽ തന്നെ സ്നാനപ്പെടുവാൻ ദൈവപുത്രൻ വരികയാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ ശ്രോതാവേ, നീ എത്ര ഒഴിഞ്ഞു മാറാൻ നോക്കിയാലും അതെ നാവ് വിക്കാണ്, തടിപ്പാണ്, എന്നെ കൊണ്ട് ഒക്കത്തില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കിയ മോശയെ കൊണ്ട് തന്നെ ഇസ്രായേൽ ജനത്തെ അതെ മരുഭൂമിയിലൂടെ നയിക്കുക മാത്രമല്ല ഹോരേബിൽ ചെന്ന് ആമേൻ ദൈവത്തിന്റെ ആമേൻ അതെ ആ പർവ്വതത്തിൽ ചെന്ന് അരുളപ്പാടുമായി ഇറങ്ങി വരുവാൻ അതെ ഒഴിഞ്ഞു കഴിവ് പറഞ്ഞ് ഒതുങ്ങി മാറി അതെ പോകുവാൻ ശ്രമിച്ച അതെ മോശയെ കൊണ്ട് ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തിയെ ചെയ്യിപ്പിച്ച സ്വർഗത്തിലെ ദൈവം ബാലൻ എന്ന് പറഞ്ഞ് ഒതുങ്ങിയിരിക്കുവാൻ ശ്രമിച്ച ഇരമ്യാവിനെ ശക്തീകരിച്ച് ചിലതിനെ പണിയുവാൻ, ചിലതിനെ ഉടയ്ക്കുവാൻ, ചിലതിനെ നിർമൂലമാക്കുവാൻ ഉപയോഗിച്ച ദൈവം, ശക്തീകരിച്ച ദൈവം അതെ മോശയെ മാത്രമല്ല ആമേൻ ഇരമ്യാവിനെ മാത്രമല്ല ഇന്ന് രാത്രി താങ്കളെ ഉപയോഗിക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. ആമേൻ. ഒഴിവ് പറഞ്ഞ് മാറിയിരിക്കരുത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി താങ്കളെ കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ ചെയ്യിപ്പിക്കുവാൻ ദൈവം ശക്തനാണ്. ദൈവം താങ്കളെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. അതെ ദൈവം തൻ്റെ ആമേൻ അതേ സന്ദേശം ലോകത്തോട് അറിയിക്കുവാൻ അന്നും ഇന്നും ആമേൻ അതേ അനേകരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി അവന്റെ വിളി കേട്ട് അവന്റെ ആമേൻ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നവരെ ഉയരത്തിലെ അഭിഷേകത്താൽ നിറച്ച് ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ ദൈവം ശക്തനെന്ന് പറഞ്ഞാൽ എത്ര പേർ കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും? ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ അതേ അനുഗ്രഹീതനായ മോശയിലൂടെ ആമേൻ എഴുതപ്പെട്ട പുറപ്പാട് പുസ്തകം അതിന്റെ 20-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. വായിച്ചാട്ടെ. നീ അവരെ അല്ലേ അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ സ്നേഹിച്ചു എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. മതി അമ്മ. ഞാൻ യോർദാനിൽ യേശു കർത്താവിന്റെ ആമേൻ സ്നാനത്തെ പറ്റി ആമേൻ ഒന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കലങ്ങി മറിഞ്ഞ് ഒഴുകുന്ന യോർദാനിൽ ആമേൻ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന യോഹന്നാന്റെ മുമ്പിൽ ഇതാ യേശു നിന്ന് ആമേൻ സ്നാനപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ആമേൻ ഹല്ലേലൂയ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ദൈവ പൈതലായി ആമേൻ എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും മുമ്പിൽ പോയി ഒന്ന് സ്നാനപ്പെട്ട് എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് സ്വർഗത്തിലേക്ക് എത്താന്ന് വെച്ചാൽ നടക്കത്തില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് ജീവിച്ച് എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് പ്രാർത്ഥിച്ച് എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് പാടി എവിടെയെങ്കിലും ഒക്കെ പോയി കാണിക്കയൊക്കെ ഇട്ട് തൊഴുത് ആമേൻ എങ്ങനെയെങ്കിലും ഒക്കെ അടുത്ത ജന്മത്തിൽ ഒന്ന് നന്നായി ജീവിക്കാന്ന് വിചാരിച്ച ഒക്കത്തില്ല കേട്ടോ. ആമേൻ അടുത്ത
ജന്മത്തിലല്ല, ആമേൻ, ആ നിത്യതയിൽ നിനക്ക് എത്തണമെങ്കിൽ ഇന്ന് രാത്രി നീ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന, ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു ജീവിതത്തിന് ഉടമയായി മാറണം. പ്രൈസ് ദി ലോർഡ്. നീ മരിച്ചു കഴിഞ്ഞിട്ട് ആമേൻ നിനക്ക് ജന്മം നൽകിയ, ആമേൻ നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഉരുവാക്കിയ, ആമേൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കിയാൽ മരണത്തിന് ശേഷം ഒക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി നീ ജീവനോടിരിക്കുമ്പോൾ തന്നെ നീ അകത്തോട്ട് എടുക്കുന്ന ശ്വാസം നിന്നിൽ നിന്ന് പോയിട്ട് നീ ഒരു ബോഡിയായി ആരെങ്കിലും എടുത്ത് ചുട്ടോ കരിച്ചോ കുടിച്ചു മൂടിയോ അത് നിന്നെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അവൻ ഈ ഭൂമിയിൽ അത് ജീവിക്കുവാൻ അവസരം നൽകിയത് ആരെന്ന് തിരിച്ചറിഞ്ഞ് അവനെ സന്തോഷിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ 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 എനിക്ക് ആമേൻ എൻ്റെ ഭാര്യയോടൊപ്പം സന്തോഷിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എൻ്റെ മക്കളുടെ കൂടെ സന്തോഷിക്കാൻ പറ്റുന്നില്ല, എനിക്ക് തന്നെ സന്തോഷിക്കാൻ പറ്റുന്നില്ല. പിന്നെ ആമേൻ ഞാൻ കാണാത്ത ദൈവത്തെ സന്തോഷിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ചുമ്മാ വല്ല കാര്യവും പറയാതെ എല്ലാം അവസാനിപ്പിക്കാൻ നോക്കെന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. എന്നാൽ ഇന്ന് രാത്രി സത്യം ഉള്ളതുപോലെ പറയാതിരിക്കാൻ ഒക്കത്തില്ല. കാരണം ലോകത്തിന്റെ അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാ. സ്നേഹിത, നീ മരണപ്പെടുന്നതിന് മുമ്പ്, ലോകം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അത് നീ ആരെന്നറിഞ്ഞ് ആമേൻ നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ആമേൻ. ഒറ്റ നിമിഷമേ നിനക്കിനി ശേഷിക്കുന്നുള്ളെങ്കിൽ, അടുത്ത നിമിഷം അതെ നീ മരണപ്പെടേണ്ട വ്യക്തിയാണെങ്കിൽ ഈ നിമിഷം ആമേൻ പിതാവിനെ ഒന്ന് സന്തോഷിപ്പിക്കുവാൻ നീ തയ്യാറാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവപുത്രനായ യേശു ക്രിസ്തു യോർദാനിൽ അതെ സ്നാനപ്പെട്ടത് ദൈവത്തിന് പ്രസാദമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ തിരുവഴുത്തിനകത്ത് പറയുന്ന കാര്യങ്ങൾ നീ ഒന്നെങ്കിലും ചെയ്യാൻ തയ്യാറായാൽ അത് നിമിത്തം പിതാവ് സന്തോഷിച്ചാൽ നീ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. ആമേൻ. എല്ലാം നീ ക്ലിയർ ആയാൽ എത്ര സന്തോഷമായിരിക്കും. ഇന്ന് രാത്രി കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആമേൻ. ആമേൻ. എന്താ വായിച്ചത്? അവയെ നമസ്കരിക്കുകയോ ആമേൻ സേവിക്കുകയോ ചെയ്യരുത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ആമേൻ ആമേൻ ഇവന്മാരെയൊക്കെ പിടിച്ചു കെട്ടി തീക്കകത്തിട്ട് ചുട്ടുകരിക്കണമെന്നുള്ള ആമേൻ കോപത്തോടുകൂടെ സംസാരിക്കുന്നവരുണ്ടാകും. സോഷ്യൽ മീഡിയയിലൂടെ ഇത് വിളിച്ചു പറയാൻ പേടിക്കുന്നവരുണ്ടാകും. എന്നാൽ ഇന്ന് രാത്രി നീ പേടിക്കേണ്ടത് സ്വർഗത്തിലെ ദൈവത്തെയാണ്. പ്രൈസ് ദി ലോർഡ്. രാജാവേ, നീ നിർത്തിയിരിക്കുന്ന ആമേൻ ബിംബത്തെ വണങ്ങുന്ന പ്രശ്നമില്ല. ഹല്ലേലൂയ. അവരെ പിടിച്ചു കെട്ടി തീച്ചുളയ്ക്കകത്ത് ഇട്ടെന്ന പറഞ്ഞത്. ആമേൻ. തീയുടെ ബലത്തെ കെടുത്തുന്നവൻ ഇറങ്ങി വന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. സത്യത്തിനു വേണ്ടി ആമേൻ വചനത്തെ വളച്ചൊടിക്കാതെ ലോകത്തോട് സത്യം വിളിച്ചു പറയുവാൻ ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുമ്പോൾ സൂമിലൂടെയും ആമേൻ എന്ന് പറഞ്ഞ ആമേൻ നിന്റെ കൂട്ടുള്ള കുറച്ചു പേരെ ഇരുത്തി ആമേൻ ഹല്ലേലൂയ പറയാൻ പറഞ്ഞ ഹല്ലേലൂയ പറയും, കൈയടിക്കാൻ പറഞ്ഞ കൈയടിക്കാൻ പറയും. നീ എന്തോ പറഞ്ഞാലും ആമേൻ പറയുന്ന 100 പേരെ കൂട്ടിയിരുത്തിയിട്ട് വിടുതലുണ്ട്, സൗഖ്യമുണ്ട്, അനുഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് സമയം പോക്കാതെ സത്യ സുവിശേഷം അറിയാതെ നശിച്ചുകൊണ്ടിരിക്കുന്ന ആയിരങ്ങളെ നിത്യതയിലേക്ക് എത്തിക്കുവാൻ ഉതകുന്ന ജീവന്റെ സന്ദേശം വിളിച്ചു പറയുവാൻ കൃപ ലഭിച്ച അഭിഷക്തന്മാരെ തല വെട്ടേണ്ടി വന്നാലും ഹല്ലേലൂയ ഇന്ന് രാത്രി സത്യമുള്ളതുപോലെ വിളിച്ചു പറയുവാൻ തയ്യാറാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. ആമേൻ. നിന്റെ ദൈവമായ യഹോവ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പറഞ്ഞു വരുന്നത് തീക്ഷ്ണതയുള്ള ദൈവത്തെ കുറിച്ചാണ്. ദൈവത്തിന് തീക്ഷ്ണതയുണ്ട് കേട്ടോ. അവൻ മന്ദതയുള്ള ദൈവമല്ല, അവൻ ആമേൻ ഉദാസീനതയുള്ള ദൈവമല്ല, അവൻ തീക്ഷ്ണതയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. ഈ പദം ദൈവത്തിന്റെ സ്നേഹവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നിന്നെ ആഴമായി സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം തന്റെ ജനത്തെ നിത്യ സ്നേഹത്താൽ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ സ്നേഹിക്കുന്ന ഒരപ്പൻ ഉലകത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത് നിത്യ
സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആമേൻ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ ഒരു കാര്യം ആമേൻ പറയാതിരിക്കാൻ ഒക്കത്തില്ല. യേശുവിൻ്റെ പേരിൽ ആമേൻ അത് രൂപമുണ്ടാക്കി വെച്ച് യേശുവിൻ്റെ പേരിൽ ആമേൻ മണിസൗധങ്ങൾ പണിതുണ്ടാക്കി അതിൻ്റെ കീഴിൽ പോയി ഇരുന്നാലൊന്നും ആമേൻ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിക്കുന്ന ആ സ്നേഹത്തെ അനുഭവിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ആമേൻ അവൻ്റെ പ്രത്യക്ഷത, അവൻ്റെ വെളിപ്പാടുള്ളവർക്ക് മാത്രമേ അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം രുചിച്ചറിയത്തുള്ളൂ. ആമേൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. ആമേൻ. പത്രോസിനോട് യേശു ചോദിച്ചു, എന്നെ കുറിച്ച് ജനം എന്താ പറയുന്നത്? പ്രവാചകൻ എന്ന് പറയുന്നവരുണ്ട്, മിശിഹ എന്ന് പറയുന്നവരുണ്ട്, അങ്ങനെ ഏലിയാവിൻ്റെ ആത്മാവോടുകൂടെ വന്നവനെന്ന് പറയുന്നവരുണ്ട്. ആമേൻ. എന്നാൽ ആമേൻ ആരാണെന്നുള്ള ശരിയായ വെളിപ്പാട് പത്രോസ് പ്രാപിച്ചത്, മുക്കുവനായിരുന്നവൻ പ്രാപിച്ചത് ആമേൻ ജഡരക്തങ്ങളിൽ നിന്നല്ലെന്ന്, എന്ന് പാരമ്പര്യപ്രകാരം അവൻ ക്രിസ്ത്യാനിയായി ജനിച്ചത് കൊണ്ടല്ലെന്ന്, അവൻ ആമേൻ വേദപാഠ ക്ലാസ്സിൽ പോയി പഠിച്ചിട്ട് കാണാപ്പാഠം പറഞ്ഞതല്ലെന്ന്, ആമേൻ മുക്കുവനായിരുന്ന പത്രോസിന് ആമേൻ ലോകത്തിൽ ആർക്കും ലഭിക്കാത്തൊരു വെളിപ്പാട് അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാൻ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ആമേൻ. ആ വെളിപ്പാടിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആ വെളിപ്പാടുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. ഒരു കണ്ണിനും കനിവ് തോന്നാതിരിക്കുമ്പോൾ കരുണാമയനായ ദൈവം ഇന്ന് രാത്രി നിന്നോട് ദയ കാണിക്കുവാൻ, അത് നിത്യ സ്നേഹം കൊണ്ട് നിന്നെ സ്നേഹിക്കുവാൻ മതിയായ ദൈവമാണ്, ശക്തിയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. അത് തൻ്റെ പുത്രനെ യാഗമാക്കുവാൻ തക്കവണ്ണം അവൻ ലോകത്തെ എന്ത് ചെയ്തു? സ്നേഹിച്ചു. ആമേൻ. അത് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ, ഇന്ന് രാത്രി നീ ആരുമായിക്കൊള്ളട്ടെ, ആമേൻ, നീ നശിച്ചു പോകാതിരിക്കുവാൻ പിതാവായ ദൈവം തൻ്റെ സ്നേഹത്തെ ആമേൻ വെളിപ്പെടുത്തിയത് തൻ്റെ പുത്രനിലൂടെയാണ്. ആമേൻ. അവനെ ക്രൂശിൽ യാഗമാക്കി തീർത്തിട്ടാണ് ആമേൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആമേൻ. സ്നേഹവാനായ ദൈവം ആമേൻ സ്നേഹം ആമേൻ അത് തിരികെ കിട്ടുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് അവനെ സ്നേഹിക്കണമെന്ന. പ്രൈസ് ദി ലോർഡ്. അവനെ സന്തോഷിപ്പിക്കണമെന്ന. ഹല്ലേലൂയ. ഞാനൊരു ചെറിയ ഉദാഹരണത്തിലൂടെ ആമേൻ സന്ദേശം മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളെ ദൈവം തന്നിട്ടുണ്ട്. ആമേൻ. മൂത്ത മോള് ആമേൻ അതേ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇളയ മോൾ 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. +2 ഈ വർഷം തീരുകയാണ്. ഏതാനും ചില ദിവസങ്ങളിലുള്ള എക്സാം കൂടെ കഴിഞ്ഞാൽ +2 കഴിഞ്ഞു. ആമേൻ. ഇത്രയും കാലം അവരെ വളർത്തുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. ആമേൻ. അവരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആമേൻ ഞാൻ ആമേൻ കുഞ്ഞുനാൾ മുതൽ അവർക്ക് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്തു, അവർക്ക് പാല് മേടിച്ചു കൊടുത്തു, അവർക്ക് ചോറ് കൊടുത്തു, അവർക്ക് കറികൾ കൊടുത്തു, അവർക്ക് വസ്ത്രം കൊടുത്തു. ആമേൻ. അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്യാൻ ദൈവം എന്നെ സഹായിച്ചു. അതുകൊണ്ട് ഇതെല്ലാം എനിക്ക് എന്ത് ചെയ്യണം? തിരിച്ചു കിട്ടണം. ആമേൻ. അതെ, ആ മുട്ട വലിഞ്ഞ് നടന്ന പ്രായത്തിൽ ആമേൻ അതെ ബിസ്ക്കറ്റ് മേടിച്ചു കൊടുത്തതുപോലെ എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്കിപ്പോൾ ബിസ്ക്കറ്റ് മേടിച്ചു തരണം. ഞാൻ ബിസ്ക്കറ്റ് തിന്നുകൊണ്ടിരിക്കേണ്ട പ്രായമാണോ? അല്ലല്ലോ. ഹല്ലേലൂയ. ആമേൻ. അവര് ആമേൻ പാവാട ഇട്ട് നടന്നു. ആമേൻ. അവര് ജഡ്ഡി ഇട്ട് നടന്നു. അതുപോലെ എനിക്ക് ജഡ്ഡി മേടിച്ചു തരണം, പാവാട മേടിച്ചു തരണം. അങ്ങനെയാണോ? അല്ലല്ലോ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അവരിൽ നിന്നുള്ള സ്നേഹം. പ്രൈസ് ദി ലോർഡ്. അവരൊന്നും വാങ്ങി തന്നില്ലെങ്കിലും അവരിൽ നിന്നുള്ള സ്നേഹം. ഹല്ലേലൂയ. ആ സ്നേഹം ആമേൻ ഉണ്ട് എന്ന് ആമേൻ 200 പേജിന്റെ ബുക്കിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ട്, ഐ ലവ് യു പപ്പ, ഐ ലവ് യു പപ്പ, ഐ ലവ് യു മമ്മി, ഐ ലവ് യു മമ്മി, ഐ ലവ് യു പപ്പ എന്ന് എഴുതി വെച്ചിട്ട് ആമേൻ എഴുന്നേറ്റ് വരുമ്പം കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അയ്യോ 200 പേജിന്റെ ബുക്ക് നിറച്ചു ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് മുത്തം കൊടുക്കുവോ? ആമേൻ. ഇതുപോലെ രാവിലെ എഴുന്നേറ്റിട്ട് സ്വത്രം 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 ഹല്ലേലൂയ സ്വത്രം സ്വത്രം. ആമേൻ. നിന്റെ പ്രവൃത്തി ആമേൻ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നിന്റെ സ്വത്രം കൊണ്ട് ദൈവം പ്രസാദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ
ആരാധന കൊണ്ട് ദൈവം പ്രസാദിക്കത്തില്ല. ആമേൻ. കപട ഭക്തിക്കാരെ പോലെ ആമേൻ നീ സൂത്രം പറഞ്ഞിരിക്കുന്ന പരിപാടി നിർത്തിയിട്ട് സത്യവചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിച്ച് നിന്റെ ജീവിതത്തിലൂടെ ആമേൻ നിന്റെ അതേ പ്രസംഗത്തിലൂടെ നിന്റെ ആമേൻ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലൂടെ ആമേൻ സത്യ സുവിശേഷത്തെ ലോകത്തോട് അറിയിക്കുവാൻ കടപ്പെട്ടവനാണ് ഞാൻ നിങ്ങളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതെ, സ്നേഹിക്കാത്തവൻ ദൈവത്തെ എന്ത് ചെയ്തിട്ടില്ല? അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വാളെടുത്ത വെട്ടിയവനോട് പറഞ്ഞു, വാൾ ഉറയിലിട്. ആമേൻ. സ്നേഹം കൊണ്ട് ദൈവം ആരെന്ന് വെളിപ്പെടുത്തുവാൻ ഉലകത്തിൽ ജനിച്ച ഒരുവനുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. തൻ്റെ ജനം വ്യാജ്യമായ അന്യ ദൈവങ്ങളെ സ്നേഹിക്കുന്നത് ദൈവത്തിന് ഒരിക്കലും സഹിക്കുവാൻ കഴിയുന്ന കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. അവന്റെ കോപം ജ്വലിക്കുന്നു. തൻ്റെ ജനത്തിന്റെ സ്നേഹം പങ്കുവെക്കുവാൻ ഒരു എതിരാളിയെയും സഹിക്കാൻ കഴിയാത്ത വിധം അവൻ വളരെ അധികം തൻ്റെ ജനത്തെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അത് പുറപ്പാട് പുസ്തകം 34 അധ്യായം അതിന്റെ 14 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അന്യ ദൈവത്തെ നമസ്കരിക്കരുത്, യഹോവയുടെ നാമം തീഷ്ണൻ എന്നാകുന്നു, അവൻ തീഷ്ണതയുള്ള ദൈവം തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, ആവർത്തനം 4:24 വായിക്കുന്നു, നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ, തീഷ്ണതയുള്ള ദൈവം തന്നെ. പ്രൈസ് ദി ലോർഡ്. അതെ, 8:9 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, വിഗ്രഹം ഉണ്ടാക്കരുത്. ആമേൻ. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെയും പ്രതിമ അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് പ്രസംഗിക്കുന്ന എന്നെ ആമേൻ കത്തിക്കാൻ ഒരുങ്ങുന്നവരുണ്ടാകാം, എന്നെ തകർക്കാൻ നോക്കുന്നവരുണ്ടാകാം. എന്നാൽ എന്നെ തകർത്താലും ആയിരങ്ങള് ഈ വചനത്തിന്റെ സാക്ഷിയായി എഴുന്നേൽപ്പിക്കുവാൻ ശക്തിയുള്ള ഉൾനട്ട ജീവന്റെ വചനത്തിന്റെ ശക്തി ആയിരങ്ങളുടെ മേൽ ഇന്നും വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാ. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാ. ഈ സത്യം ഉൾക്കൊണ്ട് ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ദൈവമായ യഹോവ നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടുകൂടെ സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഈ ദൈവത്തെ സ്നേഹിക്കുന്നവർ നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടെ എന്ത് ചെയ്യണം? ഒരു കഷ്ടം വരുമ്പോ, ഒരു വേദന വരുമ്പോ, ഒരു പ്രതികൂലം വരുമ്പോ, ആമേൻ, ഒരു ഭീഷണി വരുമ്പോ ആമേൻ പതറുന്നവരാകരുത്. ആമേൻ. തീച്ചുള കണ്ടപ്പോ എടുത്തത് സത്യമല്ലെന്ന് പറഞ്ഞ്, മിഥ്യയാണെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ് ഓടിയവരല്ല എബ്രയ ബാലന്മാർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിളച്ചെണ്ണ കണ്ടപ്പോ ഭയന്നോടിയവനല്ല യോഹന്നാൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അറിഞ്ഞ സത്യത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നെങ്കിലും ആമേൻ തല വെച്ചു കൊടുക്കുവാൻ സമർപ്പണമുള്ളവരായിരുന്നു ആദ്യകാലത്ത് കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട അഭിഷക്തന്മാർ. അവരിലൂടെ അത്രേ സത്യ സുവിശേഷത്തിന്റെ ആമേൻ നാളം ആമേൻ അനേകർക്ക് അനുഗ്രഹമായി അതെ ജ്വലിക്കുവാൻ, അനേകർക്ക് അനുഗ്രഹമായി തീരുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ഭീഷണിയുടെ മുമ്പിൽ ഹല്ലേലൂയ ഭയപ്പെടുന്നവരല്ല ആമേൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നത്. അയ്യോ, ഭാര്യ പ്രശ്നക്കാരിയ, ഭർത്താവ് പ്രശ്നക്കാരിയ, അയൽവക്കം പ്രശ്നമാ, ചുറ്റുപാടും പ്രശ്നമാ, പ്രശ്നമേ പ്രശ്നം. പ്രശ്നം നോക്കി നീ അവിടെ ഇരിക്കാതെ ഇന്ന് രാത്രി പ്രശ്നത്തെ പരിഹരിപ്പാൻ ശക്തരായ ദൈവത്തിനു വേണ്ടി ആമേൻ ആമേൻ ഉറപ്പും ധൈര്യമുള്ളവനായി നിൽക്കുവാൻ തയ്യാറാകണം. നിന്റെ ദൈവമായ യഹോവ നിങ്ങളുടെ മധ്യ തീഷ്ണതയുള്ള ദൈവമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് വിളിച്ചു പറഞ്ഞ സ്തെഫാനോസിനെയാണ് കൽക്കൂമ്പാരത്തിനകത്ത് കൊല്ലുവാൻ ആമേൻ ശൗല് അതേ ശക്തിയോടെ എഴുന്നേറ്റ് ഒരു കൂട്ടം ആളുകളുമായി അതേ മുന്നോട്ട് വന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സത്യത്തിന് വേണ്ടി നിന്ന അഭിഷക്തന്മാർക്കെല്ലാം അന്നും ഇന്നും പ്രതികൂലമുണ്ടായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്നെ കുറിച്ച് ദൈവം എന്താണോ ആമേൻ അതേ പ്ലാൻ ചെയ്തിരിക്കുന്നത്, നിന്റെ അന്ത്യം എങ്ങനെ ആയിരിക്കണമെന്ന ദൈവം കണ്ടിരിക്കുന്നത്, അങ്ങനെ നീ അവസാനിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി സത്യത്തിനു വേണ്ടി ആമേൻ ധീരതയോടെ നിൽക്കുവാൻ സമർപ്പിക്കപ്പെടുന്നവർ എഴുന്നേൽക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. യോശുവയുടെ കാലത്ത് ആമേൻ അതേ ഇപ്രകാരം ദൈവം പറഞ്ഞു. 24-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. യോശുവ ജനത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് യഹോവയെ സേവിപ്പാൻ
ക്ഷമിക്കുവാൻ കഴിയുന്നതല്ല. അവൻ പരിശുദ്ധ ദൈവം, അവൻ തീഷ്ണതയുള്ള ദൈവം. അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കുകയില്ല. ആമേൻ, ആമേൻ. അകൃത്യം, ആമേൻ. ഇതിന്റെ എബ്രയ പദത്തിന് പാപത്തിന്റെ പരിണത ഫലം എന്ന അർത്ഥമുണ്ട്. ഹല്ലേലൂയ, ആമേൻ. ഈ പാപത്തെ വെച്ചുകൊണ്ട് ദൈവം ഒരുവനിൽ പ്രസാദിക്കുന്നില്ല. അതുകൊണ്ടാണ് പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുവാൻ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. ആമേൻ. ഇന്നേക്ക് 2021 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനയിൽ ജനിച്ച കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് സ്നേഹിത താങ്കളുടെ അകൃത്യത്തിൽ നിന്ന് താങ്കളെ വീണ്ടെടുക്കുവാനാണ്. താങ്കളെ കൊണ്ട് അകൃത്യം ചെയ്യിപ്പിക്കുന്ന ദുഷ്ട പിശാചിന്റെ കരവലയത്തിനകത്ത് നിന്ന് നിന്നെ മോചിപ്പിക്കുവാനാണ്. ഇന്ന് രാത്രിയിലും ആമേൻ, അതെ, ആ കറുത്ത കരത്തിന്റെ അകത്തകപ്പെട്ട് കിടക്കുന്ന നിന്റെ തലമുറയെ പുറത്തേക്ക് എടുക്കുവാൻ ഉലകത്തിൽ ഒരുവരെ അധികാരമുള്ളൂ. അത് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുവിനാണ്. ആ യേശുവിനെ അനുഗമിക്കുന്ന തന്റെ ഭക്തന്മാരുടെ മേൽ അവിടുത്തെ ആത്മാവിനെ പകർന്ന് പിശാചിന്റെ പ്രവൃത്തികളെ അതേ ആമേൻ അഴിപ്പാൻ തക്കവണ്ണം അതേ അധികാരം നൽകുന്ന ദൈവം. ഹല്ലേലൂയ, അവൻ തീഷ്ണതയുള്ള ദൈവം. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. അതെ, ആവർത്തന പുസ്തകം 24:16 ആമേൻ. മാതാപിതാക്കളുടെ പാപത്തിന് മക്കളെ ദൈവം ശിക്ഷിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. മക്കൾക്ക് പകരം അപ്പന്മാരും അപ്പന്മാർക്ക് പകരം മക്കളും മരണശിക്ഷ അനുഭവിക്കരുത്. താന്റെ പാപത്തിന് താൻ മരണശിക്ഷ അനുഭവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം അത് ഇതിനോട് ചേർന്ന് നിങ്ങൾ വായിക്കണം. സമയം കുറവ് കൊണ്ട് ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. എന്നാൽ പിതാക്കന്മാരുടെ പാപങ്ങളുടെ പരിണത ഫലം മക്കൾക്കുണ്ടാകും. മക്കൾ മാതാപിതാക്കളാൽ സ്വാധീനിക്കപ്പെടുകയും അവരുടെ വഴികളിൽ നടക്കുകയും ചെയ്യും. ആമേൻ. മാതാപിതാക്കൾ ദൈവത്തെ വെറുത്താൽ മക്കളും ദൈവത്തെ വെറുക്കുവാൻ സാധ്യതയുണ്ട്. ആമേൻ. ഈ പാപത്തിന്റെ പരിണത ഫലങ്ങൾ 3-4 തലമുറ വരെ ദൈവം കണക്കിടുമ്പോൾ 1000 തലമുറ വരെ തന്നെ സ്നേഹിക്കുന്നവർക്ക് ആമേൻ ദൈവം അതേ കണക്കിടുന്നു എന്ന് സത്യവചനം പറയുന്നു. ഹല്ലേലൂയ. 1000 തലമുറ വരെ തന്റെ സ്നേഹം എന്ത് ചെയ്യുന്നു? കാണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ശിക്ഷിക്കുന്നതിനേക്കാൾ അധികം ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. സങ്കീർത്തനങ്ങൾ 30:5 ആമേൻ. അവന്റെ കോപം ക്ഷണം നേരത്തേക്കേയുള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. ആമേൻ. സന്ധ്യയെങ്കിൽ കരച്ചിൽ വരുന്നു, രാപാർക്കും ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആനന്ദ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്ത് സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് നിന്നെ കൈപിടിച്ചുയർത്തുവാൻ ശക്തനായവന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അത് ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? ഹല്ലേലൂയ. അവൻ തന്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എന്റെ താല്പര്യമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? അതോ സഹോദര, ആമേൻ, ഇന്ന് രാത്രി ആമേൻ, ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചന സത്യം നീ ഉൾക്കൊള്ളണം. ദുഷ്ടന്റെ മരണത്തിൽ ദൈവത്തിന് അല്പമെങ്കിലും താല്പര്യം ഇല്ല. പ്രൈസ് ദി ലോർഡ്. താല്പര്യം ഇല്ല. പ്രൈസ് ദി ലോർഡ്. അവൻ തന്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എന്റെ താല്പര്യം എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ ലോകത്തിന്റെ അറ്റത്തോളം ഈ സന്ദേശം വിളിച്ചു പറയുവാൻ ദൈവം അവസരമൊരുക്കിയിരിക്കുന്നത് ഒരു ദുഷ്ടനും ആമേൻ തന്റെ ദുഷ്ടതയിൽ മരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല. ഹല്ലേലൂയ. ആമേൻ. ഒരു ദുഷ്ടനെങ്കിലും ഒരു പാപിയെങ്കിലും ഹല്ലേലൂയ ആ ദുഷ്ട വഴികളെ വിട്ടുതിരിയണം. ആമേൻ. അത് വിട്ടുതിരിഞ്ഞ് ജീവിക്കണം. ഈ താല്പര്യം യഹോവയായ ദൈവത്തിന് ഉണ്ടെന്നുള്ളത് തന്റെ പുത്രനിലൂടെ ഈ ലോകത്ത് വെളിപ്പെടുത്തി. ആമേൻ. ആ പുത്രൻ ആമേൻ തന്നെ ആമേൻ അതെ അനുഗമിക്കുന്ന തന്റെ മക്കളിലൂടെ ഇന്നും ഈ സന്ദേശം ലോകത്തിന്റെ അറ്റത്തോളം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി താങ്കളെയും അതിനായിട്ട് അഭിഷേകം ചെയ്ത ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഇസ്രായേൽ ഗ്രഹമേ, ഞാൻ നിങ്ങളിൽ ഓരോരുത്തനും അവന്റെ വഴിക്ക് തക്കവണ്ണം ന്യായം വിധിക്കും. ആമേൻ എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അകത്യം നിങ്ങൾക്ക് നാശകരമായി ഭവിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ മനം തിരിഞ്ഞ് നിങ്ങളുടെ അതിക്രമങ്ങളൊക്കെയും വിട്ട് തിരിവീൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആമേൻ ഇസ്രായേൽ മക്കൾ എന്ന ലേബല് ഉണ്ടെങ്കിലും പ്രൈസ് ദി ലോർഡ് അവരുടെ ജീവിതത്തിലെ ക്രമക്കേടിനെ സ്വർഗം വെളിപ്പെടുത്തുകയാണ്. രക്ഷിക്കപ്പെട്ടതാണെന്നും സ്നാനപ്പെട്ടതാണെന്നും ആമേൻ ഞാൻ എൻ്റെ അപ്പൂപ്പ
അപ്പൂപ്പന്റെ കാലം തൊട്ടേ ഞങ്ങൾ തമ്പേറടിക്കുന്നവരാണെന്നും ആമേൻ ആലയത്തിനകത്ത് ആമേൻ എല്ലാ ക്രമക്കേടുകളും ചെയ്യുന്നവരാണെന്നും പറയുന്നവരുണ്ട്. സോറി, ഹല്ലേലൂയ. ആലയത്തിനകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരാണെന്ന് പറയുന്നവരുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അവരെ നോക്കി സ്വർഗം പറയുക, ഇസ്രായേൽ ഗൃഹമേ, ഞാൻ നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ വഴിക്ക് തക്കവണ്ണം ന്യായം വിധിക്കും. പ്രൈസ് ദി ലോർഡ് എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭവിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ മനം തിരിഞ്ഞ് നിങ്ങളുടെ അതിക്രമങ്ങളെയൊക്കെയും വിട്ടുതിരുവി. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് വീട്ടിനകത്ത് കാണിക്കുന്ന ക്രമക്കേടുകളെല്ലാം സ്വർഗം കണ്ടുകൊണ്ടിരിക്കുകയാ. ആമേൻ. ഇന്ന് രാത്രി ഒന്ന് മനം തിരിയുന്നുവെങ്കിൽ ഹല്ലേലൂയ, ആമേൻ, നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളവീൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുവീൻ. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേകരിൽ നിന്ന് ആത്മീയ മരണം സംഭവിച്ച് ദൈവത്തിൽ നിന്ന് അകന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് സ്വർഗം കണ്ടിട്ട് ഇന്ന് രാത്രി ചോദിക്കുകയാ, നീ എന്തിനാ ഇങ്ങനെ നശിക്കുന്നേ? നീ എന്തിനാ ഇങ്ങനെ മരിക്കുന്നേ? ഹല്ലേലൂയ. നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയോ നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളവി. ഹല്ലേലൂയ. അയൽവക്കംകാര് ക്രമക്കേട് കാണിച്ചാൽ അതിലും വലിയ ക്രമക്കേട് കാണിക്കുന്ന സ്വോത്രം പറയുന്ന സഹോദരി, സഹോദര, കൂടപ്പറപ്പേ, നിനക്ക് നിത്യത സ്വന്തമാകത്തില്ല. നിത്യതയിൽ നീ എത്തത്തില്ല. അവിടെ എത്തണമെങ്കിൽ ആമേൻ ഇന്ന് രാത്രി നീ പറഞ്ഞു പോയ ആമേൻ ആ വാക്കുകളില്ലേ, നീ പ്രവർത്തിച്ചു പോയ ആ ക്രമക്കേടില്ലേ, ഇന്ന് രാത്രി അതെല്ലാം ഒന്ന് തിരുത്തപ്പെടുവാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളവീൻ. ഹല്ലേലൂയ. അവൻ ഇന്ന് രാത്രി ഈ സന്ദേശം സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ വിളിച്ചു പറയുമ്പോൾ ഇതിന് എതിരെ പ്രബലപ്പെടുന്നവരുണ്ടാകാം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, സത്യവേദ പുസ്തകം സത്യമാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നവരോടാ സ്വർഗം ആമേൻ ഇടപെടുന്നത്. ഹല്ലേലൂയ. ആമേൻ. സത്യ ക്രിസ്ത്യാനിയാണെന്ന് പറയുകയും യേശുവിന്റെ രൂപവും ഭാവവും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമസ്കരിക്കുകയും ചെയ്യുന്നവരോടാ പറയുന്നത്, ആമേൻ, നിത്യത നിനക്ക് നഷ്ടമാകും. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ ലോകത്തിലായിരിക്കുന്ന എല്ലാവരോടും അല്ല ഈ സന്ദേശം ഇന്ന് രാത്രി വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. നീ സത്യ വിശ്വാസിയാണെന്ന് സത്യ വേദപുസ്തകം ചുമ്മിക്കൊണ്ട് വീട്ടിനകത്ത് വെച്ച് അതിന്റെ പൊടി തട്ടിക്കൊട്ടി വെക്കുന്ന നിന്നോടാ ഇന്ന് രാത്രി പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളവീൻ. നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും ആമേൻ സമ്പാദിച്ചു കൊള്ളുവീൻ. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിന് മരിക്കുന്നു? ഹല്ലേലൂയ. ആമേൻ. ഇസ്രായേൽ എന്നൊരു പേരുണ്ട്, അല്ലെ? ക്രിസ്ത്യാനിയാണെന്നുള്ള പേരുണ്ട്. ആമേൻ. പാസ്റ്ററാണെന്നുള്ള പേരുണ്ട്, വിശ്വാസിയാണെന്നുള്ള പേരുണ്ട്, പ്രവാചകനാണെന്നുള്ള പേരുണ്ട്, പ്രവാചികയാണെന്നുള്ള പേരുണ്ട്, ദർശനാണെന്നുള്ള പേരുണ്ട്. ഹല്ലേലൂയ. മരിക്കുന്നവന്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ആകയാൽ നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചു കൊള്ളുവിൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാൻ ഉലകത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായി യേശു ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക. നിന്റെ അകർത്യ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഹല്ലേലൂയ, അതെ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് ഒന്ന് മടങ്ങി ചെല്ലുമെങ്കിൽ ഹല്ലേലൂയ, ആമേൻ, നിന്റെ വീഴ്ചയിൽ നിന്ന്, നിന്റെ താഴ്ചയിൽ നിന്ന്, നിന്റെ ക്രമക്കേടിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം കരുണയുള്ളവനാണ്, ദൈവം മനസ്സിലുള്ളവനാണ്, ദൈവം ക്ഷമിക്കുന്നവനാണ്. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക. നിന്റെ അകർത്യ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അവര് തന്ത്രം ചെയ്തത് കൊണ്ടാ, അവർ ആഭിചാരം ചെയ്തത് കൊണ്ടാ, ആമേൻ, അവര് കൂടോത്രം ചെയ്തത് കൊണ്ടാ, ആമേൻ, ഞാനിങ്ങനെ വീണിരിക്കുന്നതെന്ന് പറഞ്ഞ് ഒതുങ്ങിപ്പോകത്തക്ക വിധത്തിൽ ദുഷ്ട പിശാച് അവന്റെ തന്ത്രവുമായി നിന്നെ സമീപിക്കുമ്പോൾ ഇന്ന് രാത്രി നീ മനം തിരിഞ്ഞിട്ട് പറയണം, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു പോയത് കൊണ്ടാ, അകന്നു പോകുവാൻ ഇടയായത്. ലോകത്തില് പലതും കണ്ട് അത് വെട്ടിപ്പിടിക്കണമെന്നുള്ള വ്യഗ്രതയിൽ ഇറങ്ങിത്തിരിച്ചപ്പോൾ കണക്കടിയിൽ ഞാൻ അകപ്പെട്ടു. ആമേൻ. അതെ, പലതും തുടങ്ങി, അത് പഴിയിൽ വെച്ച് അതെ തകർന്നു പോയി. ആമേൻ. കടമായി, അതെ, ലോൺ
ലോണായി എനിക്കത് വീട്ടുവാൻ കഴിയാത്ത അവസ്ഥയിൽ ഞാൻ ഇന്ന് പൂട്ടപ്പെട്ട് കിടക്കുകയാ. അത് മന്ത്രം ചെയ്തത് കൊണ്ടല്ല. ആമേൻ. അത് നിന്റെ ജീവിതത്തിൽ ആമേൻ ദൈവത്തിന്റെ ഹിതം നീ തിരിച്ചറിയാതെ ലോകത്തിലേക്ക് നോക്കിയപ്പോൾ അവരിൽ ഒരാളെ പോലെ ആകണമെന്നുള്ള ആഗ്രഹം നിന്റെ അകത്തേക്ക്, ആ ഹൗവമ്മച്ചിയുടെ അകത്ത് ആ പഴം തിന്നണമെന്നുള്ള ആഗ്രഹം കയറിയപ്പോൾ സാത്താൻ വന്ന് ആ പഴം തീറ്റിച്ചതുപോലെ നീ ആഗ്രഹിച്ചത് സ്വന്തമാക്കുവാൻ ഈ ലോകത്തിലേക്ക് നിന്റെ ശ്രദ്ധ ചൊലുത്തിയപ്പോൾ നീ വീണുപോയി. ഇന്ന് രാത്രി നീ ഒന്ന് തിരിഞ്ഞു വാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ അനുതാപ വാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യത്തെ ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അർപ്പണമായ കാളകളെ എന്ത് ചെയ്യും? ഹല്ലേലൂയ. ആമേൻ. അധരഫലം എന്ന സ്തോത്രയാഗം അർപ്പിക്കുവാൻ കഴിയാതെ ഇന്ന് അനേകര് ആമേൻ കടക്കണിയിലും രോഗത്തിലും അകപ്പെട്ട് കണ്ണീരും ദുഃഖവും പേറി കഴിയുമ്പോൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ശ്രോതാവേ, കർത്താവിന് വേണ്ടി ഫലം കായ്ക്കേണ്ട നിന്നെ ആമേൻ അതെ നല്ല ആമേൻ മുന്തിരി തോട്ടത്തിൽ കൊണ്ടാക്കിയിട്ട് ആമേൻ നിന്നിൽ നിന്നും നല്ല മുന്തിരിയുടെ ഫലം ആഗ്രഹിച്ച കർത്താവ് കാട്ടുമുന്തിരിയുടെ അനുഭവം കണ്ടിട്ട് നിന്നെ വെട്ടിക്കളയാതെ നിർത്തിയിരിക്കുന്നത് ആമേൻ കർത്താവിന്റെ വരവിന് മുമ്പ് നീ മടങ്ങി വരും, യഥാസ്ഥാനപ്പെടുമെന്ന് ചിന്തിച്ചിട്ടാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ നീ ആമേൻ മരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. നീ നശിച്ച് കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ അനുതാപ വാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യത്തെ ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അധരാർപ്പണമായ കാളകളെ എന്ത് ചെയ്യും? അർപ്പിക്കും. അധരഫലമെന്ന സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. അശൂർ ഞങ്ങളെ രക്ഷിക്കുകയില്ല. ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടുകയോ ഇനി ഞങ്ങളുടെ കൈ വേലയോട് ഞങ്ങളുടെ ദൈവമേ എന്ന് പറയുകയോ ചെയ്യുകയില്ല. അനാഥന് തിരുസന്നിധിയിൽ കരുണ ലഭിക്കുന്നുവല്ലോ എന്ന് പറവി. ഹല്ലേലൂയ. അനാഥനോട് കരുണ കാണിച്ചവൻ, വിധവയോട് കരുണ കാണിച്ചവൻ, അന്ധന് കാഴ്ച കൊടുത്തവൻ, ചെകിടിന് കേൾവി കൊടുത്തവൻ, ഊമന് അത് സംസാരിക്കുവാൻ കഴിവ് കൊടുത്തവൻ, ഹല്ലേലൂയ, മുടന്തനെ നടത്തുമാറാക്കിയവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ മുഴു സാന്നിധ്യമായി ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ. ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച ബത്തമായോട് കരുണ കാണിച്ച കരുണാമയനായ ദൈവം ഇന്ന് രാത്രി നിലവിളിക്കുന്ന നിന്നോട് കരുണ കാണിക്കാതിരിക്കുമോ? തന്റെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോട് കരുണ കാണിക്കുന്ന കരുണാമയനായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ശിഷ്ടായുസ് ആമേൻ ദൈവ പ്രസാദകരമായ ജീവിതം നയിപ്പാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നെ ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. ഹല്ലേലൂയ. ഇറങ്ങി തിരിച്ച നാളിലുള്ള ആത്മീയ ഉണർവ് നഷ്ടപ്പെട്ട് ആമേൻ കണ്ണു വാങ്ങി ആമേൻ അവിടെയും ഇവിടെയും ഇരിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രി സ്വർഗം കണ്ട് അതേ ഇടപെടുന്നു. ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കുകയാ. ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിലരുടെ പിന്മാറ്റത്തെ ചികിത്സിക്കുവാൻ ഉതകുന്ന ഉയരത്തിൽ വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി സഹോദര നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, സഹോദരി നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, കൂടപ്പുറപ്പേ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, അഭിഷക്തരെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ചിലരെ പിന്മാറ്റത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവരുവാൻ സ്നേഹനിധിയായ ദൈവത്തിന്റെ ആ വചനത്തിന്റെ ശക്തി ചില കുടുംബങ്ങളിൽ അതേ സ്വാധീനം ചെലുത്തുന്ന രാത്രി എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ കരമടിച്ചെന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. അതേ ഹോശേയ പ്രവാചകന്റെ മുഴുവൻ പുസ്തകവും ആമേൻ അതെ വായിച്ചാൽ ഒരു സത്യം അതേ സ്വർഗം വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. മറ്റുള്ളവരെ ശിക്ഷിക്കുന്നതിൽ നിന്ന് രക്ഷിക്കാനാണ് ദൈവം പാപത്തിന്റെ ശിക്ഷ താനെ ഏറ്റെടുത്തതെന്ന് കർത്താവായ യേശുവിന്റെ കുരിശ് ആ മരണം അതേ വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ വിശുദ്ധ ന്യായപ്രമാണത്തിൽ കൂടി സ്നേഹിക്കുന്നവനായ ദൈവം സംസാരിക്കുന്നു. അതേ ദൈവത്തിങ്കിലേക്ക് ഹൃദയപൂർവ്വം അടുത്തു വരുന്ന ഏവർക്കും ദൈവം തന്റെ സ്നേഹം ആമേൻ ദയയും കൃപയും പകർന്നു നൽകുന്നു എന്ന് ആമേൻ വേദപുസ്തകത്തിൽ ഉടനീളം കാണുവാൻ കഴിയുന്ന അതേ സത്യം ഇതാണ്. അവൻ ഇപ്പോഴും അങ്ങനെ ചെയ്തു. എങ്ങനെ സന്തോഷിപ്പിക്കാമെന്ന് അറിയുന്നത് ആമേൻ അവന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ജീവിക്കുകയും ആമേൻ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നതിന്റെ ആമേൻ അത് ആരംഭമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിലെ നമ്മുടെ ചിന്താ വിഷയം എന്താണ്? ദൈവത്തെ എങ്ങനെ സന്തോഷിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. അത് ദൈവമക്കൾ എന്ന നിലയിൽ ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ നിങ്ങളൊരു വഴി കണ്ടെത്തി.
പങ്കാളിയെ എങ്ങനെ സന്തോഷിപ്പിക്കാം? ആമേൻ. കൂടപ്പിറപ്പിനെ എങ്ങനെ സന്തോഷിക്കാം? ബോയ് ഫ്രണ്ടിനെ എങ്ങനെ സന്തോഷിപ്പിക്കാം? ഗേൾ ഫ്രണ്ടിനെ എങ്ങനെ സന്തോഷിപ്പിക്കാം എന്ന് ചിന്തിക്കുന്ന അനേകര് നമുക്ക് ചുറ്റുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാത്രി ആമേൻ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നെ ഉരുവാക്കുന്നതിന് മുമ്പേ നിന്നെ ആമേൻ കണ്ട് വിശുദ്ധീകരിച്ച വേർതിരിച്ച സർവശക്തനായ ദൈവത്തെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്നുള്ള സന്ദേശമാണ് ഇന്ന് രാത്രി ഈ മീഡിയയിലൂടെ നാം ശ്രവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബറോബാസിനെ വിട്ടുതരിക, ഇവനെ ക്രൂശിക്കുക എന്ന് ആക്രോശിച്ച ലോകം ആമേൻ ലജ്ജിക്ക പോകത്തക്ക വിധത്തിൽ ആമേൻ ഈ മന്ദിരം പൊളിച്ചാൽ 3 നാൾ കൊണ്ട് ഇതിനെ പുതുക്കി പണിയുമെന്നുള്ള ദൈവിക ദൂത് പറഞ്ഞ ദൈവപുത്രനായ ക്രിസ്തുവിനെ ലോകം ലജ്ജിച്ച് ആമേൻ നോക്കി നിൽക്കത്തക്ക വിധത്തിൽ ഹല്ലേലൂയ അതേ പ്രവൃത്തിയിൽ വരുവനായ ദൈവത്തിന്റെ ഉയരത്തിലെ ശക്തി ഇറങ്ങി വന്ന് മരണത്തെ പാതാളത്തെ അതിജീവിച്ച് 3-ാം നാൾ ദൈവപുത്രനായ ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ ഹല്ലേലൂയ ഉയരത്തിലെ ചിന്തകളാൽ അതേ നിന്നെ നിറച്ച് ആമേൻ നിത്യതയ്ക്ക് വേണ്ടി വിശുദ്ധ ജീവിതം നയിക്കുന്ന നിന്നെ ഈ മണ്ണ് ആമേൻ ഒതുക്കാൻ നോക്കിയാലും മണ്ണിന് നിന്നെ വിട്ടുകൊടുക്കാതെ, മണ്ണിന് നിന്നെ ഒതുക്കാൻ അനുവദിക്കാതെ, മണ്ണിനകത്ത് നിന്ന് ഉയർപ്പിന്റെ ആ കാഹളം മുഴങ്ങുമ്പോൾ ഉയരത്തിലേക്ക് പറന്നുയരത്തക്ക വിധത്തിൽ ഉയരത്തിലെ ശക്തിയെ നീ ഉറങ്ങുന്ന മണ്ണിലേക്ക് വെളിപ്പെടുത്തി കർത്താവ് തൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോൾ ആമേൻ ഇവിടെ നിന്ന് ഉയർന്നു പോകത്തക്ക വിധത്തിൽ ഒരു ദൈവവൈതലിനെ രൂപാന്തരപ്പെടുത്തുന്ന ഉയരത്തിലെ അഭിഷേകത്തിന്റെ ശക്തി ജീവിക്കുമ്പോൾ അനുഭവിച്ച് ജീവിക്കുവാൻ കൃപ ലഭിച്ച സഹോദര സഹോദരി അഭിഷക്തരെ, ഇന്ന് രാത്രി ദൈവത്തെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്നുള്ള സന്ദേശം നീ കേട്ടുകൊണ്ടിരുന്നിട്ട് കേൾക്കാത്തവനെ പോലെ ജീവിച്ചാൽ മണ്ണിലുറങ്ങിടുന്ന ചൂത്തിമാന്മാർ കേൾക്കുന്ന മാത്രയിൽ മണ്ണിലുറങ്ങിടുന്ന അഹേളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർന്നിടുമേ, പെട്ടെന്നുയർത്തുവാൻ ചേർന്നിടുമേ. എത്രയ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം. അമേൻ. ദൈവത്തെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്ന് അറിയുന്നത് അമേൻ അവന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ജീവിക്കുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നതിന്റെ ആരംഭമാണ്. ഹല്ലേലൂയ. അത് ദൈവ മക്കളെന്ന നിലയിൽ ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ നിങ്ങൾ ഒരു വഴി നാളിതുവരെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുന്ന ശ്രോതാവെ നിങ്ങൾ കണ്ടെത്തുവാൻ തക്കവണ്ണം ഇടയാകണം. പ്രൈസ് ദി ലോർഡ്. വരും ദിവസങ്ങളിൽ ഈ സന്ദേശം കേൾക്കുന്ന വാത്സല്യ ശ്രോതാവെ, നീ ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു ജീവിതത്തിനുടമയായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ആമേൻ ഈ ലോകത്തിൽ അനേകര് ഒതുങ്ങിപ്പോകുന്നത് പോലെ ഒതുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ഇത് ഇതുവരെ കണ്ടെത്തിയില്ലെങ്കിൽ ആമേൻ വിഷമിക്കേണ്ട. ആമേൻ. ദൈവത്തെ സന്തോഷിപ്പിക്കുവാനുള്ള ഉറപ്പായ മാർഗം എന്താണെന്നാണ് ഇന്ന് രാത്രി പ്രാരംഭ തിരുവഴുത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് അത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ ധാർമ്മിക ഗുണങ്ങളിൽ ഒന്നാണ്. ആമേൻ. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അതിനോട് യോജിക്കുമെന്ന് എനിക്കറിയത്തില്ല. ആമേൻ. അത് ദൈവത്തിന് അസൂയുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അസൂയപ്പെടാൻ ന്യായമായിട്ടും ദൈവമക്കൾക്ക് എന്തില്ല? അവകാശമില്ല. പിന്നെ ദൈവത്തിന് അസൂയ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ആമേൻ. അവൻ അസൂയുള്ള ദൈവമാണെന്ന് ഞാൻ പറഞ്ഞാൽ ഇന്ന് രാത്രി എന്നെ എത്ര പേര് ചീത്ത പറയുമെന്ന് എനിക്കറിയത്തില്ല. ആമേൻ. പുറപ്പാട് പുസ്തകം 34:14 അന്യ ദൈവത്തെ നമസ്കരിക്കരുത്, യഹോവയുടെ നാമം തീഷ്ണ ഉള്ളവനാകുന്നു, അവൻ തീഷ്ണതയുള്ള ദൈവം തന്നെ എന്ന് പറഞ്ഞാൽ ആമേൻ തന്നെ പോലെ വേറൊരു ദൈവം ഉണ്ടാകുന്നത് ദൈവത്തിന് ഇഷ്ടമുണ്ടോ?
ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് പകരം ദൈവമാണെന്ന് സങ്കല്പിച്ച് എന്തെങ്കിലുമൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടിയാൽ ദൈവത്തിന് ഇഷ്ടമാകുമോ? അപ്പോൾ ഇവിടെ ആമേൻ ദൈവം ആമേൻ അസൂയുള്ളവനാണെന്നുള്ളൊരു ചിന്ത ആമേൻ നാളെ പറഞ്ഞേക്കരുത്. ആമേൻ നൂജനാണ് ഇവൻ, ആമേൻ ശരിയല്ല എന്ന് പറഞ്ഞ് വന്നേക്കരുത്. ആമേൻ എന്താ അവിടെ പറയുന്നത്? അന്യ ദൈവത്തെ നമസ്കരിക്കരുത്, യഹോവയുടെ നാമം തീഷ്ണതയുള്ളവനാകുന്നു, അവൻ തീഷ്ണതയുള്ള ദൈവം തന്നെ. ഹല്ലേലൂയ. അവൻ ദൈവമാണ്. തൻ്റെ ആരാധനയുടെ മഹത്വം ആരുമായും അവൻ എന്ത് ചെയ്യുന്നില്ല, പങ്കിടുന്നില്ല. ഹല്ലേലൂയ. അവൻ്റെ സ്ഥാനം ആമേൻ അവന് മാത്രമാണ്. ഹല്ലേലൂയ. ആമേൻ. ദൂതന്മാർ അവൻ്റെ മുകളിൽ കയറുവാൻ ഹൃദയത്തിൽ ചിന്തിച്ചപ്പോൾ ദൈവം വെട്ടി താഴേക്കിട്ടു. ഇതിനർത്ഥം എന്താണ്? അവൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ഞാൻ യഹോവ, അത് തന്നെ എൻ്റെ നാമം. ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ എല്ലാവരും കൂടി വന്ന് കേട്ടുകൊള്ളുവിൻ. ആമേൻ. അവരിൽ ആർ ഇത് പ്രസ്താവിച്ചു? യഹോവ സ്നേഹിക്കുന്നവർ. ആമേൻ. ബാബേലിനോട് നിന്റെ ഹിതവും കൽദയരോട് അവന്റെ ഭുജവും അനുഷ്ഠിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ നിങ്ങൾ ദൈവത്തെക്കാൾ കൂടുതൽ ആമേൻ ശ്രദ്ധ ചെലുത്തുന്ന എന്തും നിങ്ങൾക്കൊരു വിഗ്രഹമായി മാറുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവത്തിന്റെ ആമേൻ അസൂയയാണെന്ന് ആമേൻ തോന്നുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഈ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇവിടെ ജീവിക്കുന്നവരാണല്ലോ നമ്മൾ. ഹല്ലേലൂയ. ആമേൻ. ഭർത്താവ് തൻ്റെ ഭാര്യയെക്കാൾ അധികം ആമേൻ മറ്റൊരു സ്ത്രീയെ സ്നേഹിക്കുന്നു എന്ന് ആമേൻ ആമേൻ മനസ്സിലായാൽ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചാൽ ഏത് ആമേൻ ഭാര്യമാർക്ക് ഇഷ്ടമുണ്ടാകുക? പ്രൈസ് ദി ലോർഡ്. അത് അസൂയാണോ? ഹല്ലേലൂയ. ആമേൻ. അതുപോലെ തന്നെ ആമേൻ അതെ തന്നേക്കാൾ അധികം ആമേൻ തൻ്റെ മക്കളെക്കാൾ അധികം മറ്റാരെങ്കിലും സ്നേഹിക്കുന്നുവെന്ന് ചില മക്കൾ കണ്ടാൽ അവർക്ക് എന്തുണ്ടാകാറുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അത് അസൂയയാണോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആമേൻ നോക്കിക്കേ, നിങ്ങൾ എല്ലാവരും കൂടി വന്ന് കേട്ടുകൊള്ളുവിൻ. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തെക്കാൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന എന്തും നിങ്ങൾക്കൊരു വിഗ്രഹമായി മാറുന്നു. ആമേൻ. ഇത് ദൈവത്തിൻ്റെ ആമേൻ അതെ ആ കണ്ണിൽ ആമേൻ ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ടല്ലേ? പ്രൈസ് ദി ലോർഡ്. അവൻ നിങ്ങളുമായി ആമേൻ സന്തുഷ്ടനാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അതിൽ നിന്ന് അനുഗമിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തെ 4ാം തലമുറ വരെ ബാധിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി? ദൈവത്തെക്കാൾ അധികം നിങ്ങൾ എന്തിനെ സ്നേഹിച്ചാലും അത് വിഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് എവിടെയെങ്കിലും ക്രമക്കേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് അനുദപിച്ച് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ക്രമീകരിക്കപ്പെടുന്നില്ലെങ്കിൽ ഹല്ലേലൂയ അത് 4ാം തലമുറ വരെ വാദിക്കുമെന്ന് തിരുവചനം പറയുന്നു. ഹല്ലേലൂയ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദാവീദ് രാജാവിന്റെ കാര്യത്തിൽ എന്ന പോലെ ഹല്ലേലൂയ ആമേൻ 2 ശമൂവേലിന്റെ പുസ്തകം 11-ാം അധ്യായം 4 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ സമയമില്ല. എന്നാൽ 12-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നീ യഹോവയുടെ കൽപ്പന നിരസിച്ച് അവൻ അനിഷ്ടമായുള്ളത് ചെയ്തു. ഇത് എന്തിന്? പ്രൈസ് ദി ലോർഡ്. ഹിത്യനായ ഊരിയാവെ വാൾ കൊണ്ട് വെട്ടി അവന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തു. അവനെ അമോനിയരുടെ വാൾ കൊണ്ട് കൊല്ലിപ്പിച്ചു. നോക്കണമേ, നീ എന്നെ നിരസിച്ച് ഹിത്യനായ ഊരിയാവിന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തത് കൊണ്ട് വാൾ നിന്റെ ഗ്രഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ ഹൃദയപ്രകാരം ബോധിച്ച പുരുഷനായിരുന്നു ദാവീദ്. ആമേൻ. ആമേൻ. നല്ല ഇടയനെ കുറിച്ച് വാദവരാതെ എഴുതി ആമേൻ യഹോവ എന്റെ നല്ല ഇടയനാകുന്നുവെന്ന് പാടിയവൻ. ഹല്ലേലൂയ. ആമേൻ. ജീവിതത്തിൽ ക്രമക്കേട് വന്നപ്പോൾ ദൈവം പറയുകയാണ് ഹല്ലേലൂയ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ സ്വന്തം ഗ്രഹത്തിൽ നിന്ന് ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. നീ കാണെ ഞാൻ നിന്റെ ഭാര്യമാരെ എടുത്ത് നിന്റെ കൂട്ടുകാരന് കൊടുക്കും. അമ്മേ, അവൻ ഈ സൂര്യന്റെ വെട്ടത്ത് തന്നെ നിന്റെ ഭാര്യയോട് കൂടെ ശയിക്കും. പ്രൈസ് ദി ലോർഡ്. നീ അത് രഹസ്യത്തിൽ ചെയ്തു, ഞാനോ ഈ കാര്യം ഇസ്രായേലൊക്കെയും കാണെ സൂര്യന്റെ വെട്ടത്ത് തന്നെ നടത്തും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദാവീദ് നാഥാനോട് ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിന് നാഥാൻ ദാവീദിനോട് യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. എങ്കിലും
നീ ഈ പ്രവൃത്തിയിൽ യഹോവയോട് ആമേൻ അതെ യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറവാൻ ഹേതു ഉണ്ടാക്കിയത് കൊണ്ട് നിനക്ക് ജനിച്ചിട്ടുള്ള കുഞ്ഞ് മരിച്ചു പോകുമെന്ന് പറഞ്ഞു. നാഥാൻ തന്റെ വീട്ടിലേക്ക് പോയി. നോക്കണമേ, ആമേൻ ദൈവസന്നിധിയിൽ പാപം ചെയ്യുന്ന വ്യക്തിയോട് പഴയ നിയമകാലത്ത് ന്യായമായി ആമേൻ അതെ പ്രതികാരം ചെയ്യുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഊരിയാവിന്റെ ഭാര്യ ദാവീദിന് പ്രസവിച്ച കുഞ്ഞിനെ യഹോവ ബാധിച്ചു, അതിന് കഠിന രോഗം പിടിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ക്രമക്കേട് കൊണ്ട് ചില കുടുംബത്തിനകത്ത് ചില കുഞ്ഞുങ്ങൾ നിത്യരോഗിയായി മാറ്റപ്പെടുന്നു എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. എങ്കിലും നീ ഈ പ്രവൃത്തിയിൽ യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറവാൻ ഹേതു ഉണ്ടാക്കിയത് കൊണ്ട് നിനക്ക് ജനിച്ചിട്ടുള്ള കുഞ്ഞ് മരിച്ചു പോകും എന്ന് പറഞ്ഞു. നാഥാൻ അവന്റെ വീട്ടിലേക്ക് പോയി. ഊരിയാവിന്റെ ഭാര്യ ദാവീദിന് പ്രസവിച്ച കുഞ്ഞിനെ യഹോവ എന്ത് ചെയ്തു? ബാധിച്ചു, അതിന് കഠിന രോഗം പിടിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചില കുടുംബത്തിനകത്ത് ആമേൻ ചില കുഞ്ഞുങ്ങളുടെ മേൽ ആമേൻ കഠിന രോഗം പിടിച്ച് ഹല്ലേലൂയ അതിന്റെ പിന്നിൽ ആമേൻ കാണുവാൻ കഴിയുന്നത് യഹോവ ബാധിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, പാപം ചെയ്യുന്ന ആത്മാവാണ് ശിക്ഷിക്കപ്പെടുന്നത്. ആമേൻ, സത്യമാണ്. ഹല്ലേലൂയ. എന്നാൽ ആ ആത്മാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർ ലജ്ജയിൽ നിന്ന് മുക്തര അല്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നും അനേക കുടുംബങ്ങളിൽ ലജ്ജാകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ കുടുംബത്തിനകത്ത് ഹല്ലേലൂയ ആമേൻ അതെ ആ ലജ്ജാകരമായ അവസ്ഥയിൽ നിന്ന് മുക്തരാകുവാൻ കഴിയാതെ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ കാണുന്നു, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ആമേൻ. മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ട, അപ്പൻ ആമേൻ മകന്റെ അകൃത്യവും വഹിക്കേണ്ട. ആമേൻ. നീതിമാന്റെ നീതി അവന്റെ മേലും ദുഷ്ടന്റെ ദുഷ്ടത അവന്റെ മേലും ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ പോകുകയാണ്. സ്വയം പരിശോധിച്ച് നിങ്ങൾ എവിടെയാണ് അതേ കുറഞ്ഞതെന്ന് കണ്ടെത്തി ദൈവത്തിങ്കിലേക്ക് മടങ്ങുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടുന്ന് അർഹിക്കുന്ന എല്ലാ ശ്രദ്ധയും ആരാധനയും ഹല്ലേലൂയ അവനും ആമേൻ നിങ്ങൾക്കും അതേ നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ തലമുറയ്ക്കും ആമേൻ അനുഗ്രഹപ്രദമായി തീരത്തക്ക വിധത്തിൽ ഇന്ന് കേട്ട സന്ദേശത്തിന് മുമ്പിൽ എത്ര പേര് സമർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ദൈവത്തെ മാത്രം ആരാധിക്കുക, ദൈവത്തിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. കണ്ണുകൾ അടയ്ക്കാം. ആമേൻ. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ ആമേൻ തങ്ങളെ തന്നെ സമർപ്പിച്ചാട്ട്. ഹല്ലേലൂയ. ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം? പ്രിയമുള്ളവരെ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം ആര് നയിച്ചാലും ഹല്ലേലൂയ ഈ ലോകത്ത് ആമേൻ അതെ നിന്നെ ആമേൻ തകർക്കുവാൻ വിട്ടുകൊടുക്കാതെ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ സർവശക്തന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കാൻ ദൈവം ഇടയാക്കും. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് രാത്രി ആമേൻ അവിടുന്ന് ആമേൻ ജീവിക്കുന്ന ദൈവം, തീഷ്ണതയുള്ള ദൈവം, നിത്യസ്നേഹം കൊണ്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവം, ഞങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ആമേൻ. അവിടുന്ന് ആമേൻ ഞങ്ങളിൽ നിന്ന് സ്നേഹം ആഗ്രഹിക്കുന്നല്ലോ. അവിടുന്ന് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നന്ദിയുള്ളവരായി ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കുവാൻ കഴിയുമെന്നുള്ള സന്ദേശം ഇന്ന് രാത്രി അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി, ഞങ്ങളെ ബോധവൽക്കരിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നപ്പ. ഹല്ലേലൂയ. ആമേൻ. അവിടുത്തെ ധാർമ്മിക ഗുണങ്ങളിൽ ഒന്നാണ് ഹല്ലേലൂയ ആമേൻ തീർച്ചയായും ആമേൻ ദൈവം സ്നേഹവാനാണെന്നും ആമേൻ ദൈവത്തിന് പകരം മറ്റൊന്നിനെയും ആരും ആമേൻ ഇഷ്ടപ്പെടാതെ ഹല്ലേലൂയ ദൈവത്തെ മാത്രം ആരാധിക്കുവാനും ആ മഹത്വം ദൈവത്തിനുണ്ടാകുമാറ് ജീവിക്കുവാനും ഉതകുന്ന സന്ദേശത്തെ ഇന്ന് രാത്രി കേട്ട അവിടുത്തെ എല്ലാ മക്കളെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങേ മാത്രം ആരാധിച്ച് അങ്ങേ മാത്രം സേവിച്ച് ആമേൻ നിത്യതയിൽ എത്തുവാൻ ഉതകുന്ന ജീവന്റെ സന്ദേശം കേട്ട് ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടുന്ന എല്ലാ
എല്ലാവരെയും അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണമേ. ആമേൻ. അതെ, അവിടുത്തെ മാത്രം ആമേൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഈ ലോകത്തിൽ മറ്റു ഏതിനേക്കാൾ അധികമായി അങ്ങയെ സ്നേഹിച്ച് അങ്ങയുടെ ഇഷ്ടം ചെയ്ത് ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടുന്ന അവിടുത്തെ മക്കൾക്കെതിരായി ഉയരുന്ന എല്ലാ പ്രതികൂലങ്ങളെ അതിജീവിച്ച് ജീവിപ്പാൻ ഉതകുന്ന ആമേൻ നിലവാരത്തിലേക്ക് ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും കരം പിടിച്ച് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രി ആമേൻ രോഗികളായി ദുരിതങ്ങൾ അനുഭവിക്കുന്നവരെ അവിടുന്ന് സൗഖ്യമാക്കുവാൻ ശക്തിയുള്ള ദൈവമാകയാൽ അവിടുത്തെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നുവെന്നുള്ള ആ വചനത്തിന്റെ ശക്തി ഏറ്റെടുത്ത് ജീവിപ്പാൻ അവിടുത്തെ മക്കൾക്ക് കൃപ കൊടുത്താട്ടെ. അങ്ങ് നൽകിയ ആത്മീയ അധികാരം ഉപയോഗിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. അടിയങ്ങൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കൂട്ടായ്മയിൽ പങ്കെടുത്ത ആമേൻ കർത്താവരിദാസൻ പാസ്റ്റർ എൽ ജോസ് പാപ്പച്ചൻ, ആമേൻ, അതുപോലെ തന്നെ ആമേൻ അനേക പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രിയിൽ, അതുപോലെ കലാസ്, ആമേൻ, സുകുമാർ, ആമേൻ, അതെ, സജി വർഗീസ്, ആമേൻ, സോളമൻ ജോർജ്, ആമേൻ, അലക്സ് കുഞ്ഞ്, ആമേൻ, തോമസ് അബ്രഹാം, ആമേൻ, ശോഭ ജോർജ്, ആമേൻ, റേച്ചൽ ദാനിയേൽ, ആമേൻ, സന്തോഷ് ചാലക്കുടി, ആമേൻ, അതുപോലെ ആമേൻ ബിജു പിയാർ, ആമേൻ, അരുൺ ചന്ദ്രൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, സുചാ രവി, ആമേൻ, സിമിത വർഗീസ്, ആമേൻ, ഹല്ലേലൂയ. ഇവരെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സന്തോഷ് പോൾ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, സ്റ്റാൻലി പാണത്തൂർ, ആമേൻ, അത് പ്രത്യാശയുടെ നാദം, ആമേൻ, സാബു, ആമേൻ, ഹല്ലേലൂയ. ഇവരെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആമേൻ, ലൈലമാൻഡി, ആമേൻ, ഹല്ലേലൂയ. ഇവരെല്ലാം ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ, ഈ പ്രതിസന്ധിയുടെ നടുവിൽ, ഈ കഷ്ടതയുടെ നടുവിൽ കരം പിടിച്ചു നടത്തുന്ന ആ ദൈവത്തെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്നുള്ള ആ സന്ദേശം കേട്ട് ആമേൻ തിരുനാമ മഹത്വത്തിനു വേണ്ടി ജീവിക്കുവാൻ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഓൺലൈനിൽ ആമേൻ പങ്കെടുക്കുന്ന ആമേൻ, ആമേൻ, കർത്താവിൻ്റെ ദാസൻ ബെന്നി, ആമേൻ, ഇപ്പോൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. കർത്താവിദാസൻ ബെന്നി ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു. രാത്രികാലം കർത്താവെ, ലൈവില് കർത്താവെ, വിവിധ ദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവെ കോൺഫറൻസ് കോളിൽ കൂടെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ തക്കോളം ദിമയെ സഹായിച്ച് കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, കേൾക്കപ്പെട്ട വചനമെല്ലാം കർത്താവ് ഞങ്ങളുടെ ഏവരുടെയും മൺകൂടാരത്തിൽ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ അത് സംഗ്രഹിക്കപ്പെടുവാൻ അത് കർത്താവെ 30, 60, 100 മേനിയായി കർത്താവെ ദൈവരാജ്യത്തിന് വ്യാപിക്ക് അത് മുതൽക്കൂട്ടായി തീരുവാൻ തക്കണമേ സഹായിക്കണമേ. കർത്താവെ വചനം കേൾക്കുമ്പോൾ കെട്ടുകൾ അഴിയുവാൻ, ബന്ധനങ്ങൾ അഴിയുവാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ വിടുതൽ ലഭിക്കുവാൻ സ്വാതന്ത്ര്യം കർത്താവെ ബന്ധനമില്ലാത്ത വചനങ്ങൾ കർത്താവെ കടന്നു ചെന്ന് കർത്താവെ സന്ധിഭജകളെ വേർപിടിവിക്കും വരെ തുളസിയിലെന്ന ദൈവത്തിന്റെ വചനം കേൾക്കപ്പെട്ട ജനത്തിന്റെ മേൽ അത് വിടുതലായി അവരുടെ എന്റെ വചനം അതിന് പ്രവൃത്തി ചെയ്യാതെ എന്റെ ഇടയിലേക്ക് മടങ്ങി വരുന്ന ദൈവത്തിന്റെ വചനമാക്കിയ കർത്താവെ വചനമായി ചൊടിപ്പിക്കുന്ന ദൈവം രാത്രികാലം അവരുടെ വചനം അയച്ചിരിക്കാൻ ദൈവപ്പെടുതലായി വെളിപ്പെട്ടു വരുവാൻ അവർ റെഡിയായി തീരട്ടെ. സ്വന്തം ഏതൊക്കെ വിഷയമായി ഒരു ജനം കർത്താവെ വചനം കേട്ടുവോ ആ വിഷയത്തിനുമെല്ലാം വിടുതലും ആശ്വാസമുണ്ടാകുവാൻ, അനുഗ്രഹമുണ്ടാകുവാൻ, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുവാൻ, വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുത്ത എല്ലാ ദൈവം ഇടയാക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കപ്പെട്ട എല്ലാ വ്യക്തികളെയും കുടുംബകുലമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിച്ചല്ലോ ദൂഷിന്റെ മുക്തിയനായി സ്വന്തം പിന്നെയും കർത്താവ് ബുദ്ധിപരത്തോടെ ബുദ്ധിശക്തിയോടെ
ഹല്ലേലൂയ ആത്മാവിന്റെ പുതിയ ബലത്തോടെ കർത്താവേ അനേകർക്ക് വിടുതലും ആശ്വാസമായി അനേകരെ വെള്ളത്തിൽ തീരിനും വലിച്ചെടുക്കുവാൻ ഹല്ലേലൂയ അധികാരത്തിൽ നിന്ന് ഹല്ലേലൂയ വിടുവിച്ചെടുക്കുവാൻ അവിടുന്ന് കൊടുക്കും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ സിംഹത്തിന്റെ വായിൽ നിന്ന് കരടിയുടെ വായിൽ നിന്ന് ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ ആത്മാക്കളെ വിടുവിച്ചെടുക്കുവാൻ പിന്നെ അഭിഷേകം ചെയ്ത് ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനമായി ഹല്ലേലൂയ കർത്താവേ വചനമാകുന്ന ഹല്ലേലൂയ ചിത്തിയായി ഹല്ലേലൂയ ഹല്ലേലൂയ അവിടുന്ന് ചിത്തിയോടെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്വന്തം കുടുംബമായി അവിടെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ കർത്താവേ തലമുറകളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ ശത്രുവായി തകർത്ത് കളയാതെ കുടുംബമായി രക്തോട്ടകളൊന്നും മറച്ചിടമേ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ എല്ലാവരെയും അനുഗ്രഹിക്കും പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കോൺഫറൻസ് കോളിൽ പങ്കെടുത്ത കുഞ്ഞമ്മ രാജുവിന് സ്തോത്രം ചെയ്യാം. ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, ആ തലമുറയെ ദൈവം വിടുവിക്കട്ടെ. ആമേൻ. സമസ്ത മേഖലകളിൽ അസാധാരണമാകുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാകട്ടെ. ആമേൻ. ലീലാമ ജോസിനായി സ്തോത്രം ചെയ്യാം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും സ്വർഗം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹവും ആശ്വാസവുമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ അത് 9744703489 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹദിനം പ്രയർ ഫാമിലിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ആമേൻ. ദൈവം ആമേൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബെൽ ബട്ടൺ അമർത്തുക. ആമേൻ. നാളെ ഞായറാഴ്ചയാണല്ലോ. തത്സമയത്ത് ആമേൻ 12:30 ആരാധനയുമായി സ്നേഹദീനം പ്രയർ ഫാമിലിയുടെ പേജിൽ ആമേൻ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിൽ വലുവനായിരിക്കുന്ന ദൈവം അവസരം നൽകുന്നുവെങ്കിൽ കടന്നു വരുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ഇന്ന് രാത്രിയിലെ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും സ്വർഗത്തിലെ വലുവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ആമേൻ. സ്നേഹദീനം പ്രയർ ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ സ്നേഹദീനം പ്രയർ സെന്റർ അനുദിന ചിന്ത എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടും ആമേൻ ഇന്ത്യ ഗവൺമെന്റിന്റെ ആമേൻ ലീഗൽ നിയമം അനുസരിച്ച് ആമേൻ അതിൻ്റെ ആമേൻ ലീഗലായിട്ടുള്ള ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആമേൻ ഫേസ്ബുക്ക് ആമേൻ അനേകരിലേക്ക് ഈ സന്ദേശം ഷെയർ ചെയ്ത് എത്തിക്കുവാൻ കഴിയാതെ ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്നവർ ആമേൻ ദയവായി നിങ്ങൾ ആമേൻ അതിനോട് സഹകരിക്കുകയും ആമേൻ ഷെയർ ചെയ്യുകയും ചെയ്യുക. ആമേൻ അവർ വെയിറ്റ് ചെയ്യുവാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ആമേൻ ഇതിൻ്റെ ഇതിൻ്റെ മുമ്പിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയറായി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി മെസ്സേജ് വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് ക്ലിയർ ആകുന്നത് വരെ ആമേൻ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരും പ്രാർത്ഥനയോടെ സഹകരിക്കുക. ഒപ്പം ആമേൻ നമുക്ക് യൂട്യൂബിൽ ലൈവ് ചെയ്യാനുള്ള ഒരു ക്രമീകരണമുണ്ട്. അതിന് നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് വേണം. എങ്കിൽ മാത്രമേ ആമേൻ നമുക്ക് 1 മണിക്കൂറിലധികം ആമേൻ യൂട്യൂബിൽ ലൈവ് ചെയ്യുവാൻ കഴിയത്തുള്ളൂ. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരും യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. അങ്ങനെ സഹകരിച്ചാൽ ആമേൻ 1000 പേര് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആമേൻ യൂട്യൂബിൽ ലൈവ് ചെയ്യുവാൻ കഴിയത്തുള്ളൂ. ആമേൻ. സോഷ്യൽ മീഡിയ ആയ ഫേസ്ബുക്കിൽ ആമേൻ അത് ചില ക്രമക്കേടുകളും ചില ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിടുന്നത് കൊണ്ട് ഇന്ത്യയിൽ ഫേസ്ബുക്കിന് ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ആമേൻ. അതുകൊണ്ട് ആമേൻ ലീഗലി ചില പ്രശ്നങ്ങൾ ആമേൻ അത് ഉള്ളത് കൊണ്ടും ആമേൻ ഐ ഡി അതായത് ഫേസ്ബുക്കിൻ്റെ ലീഗലിയുള്ള ആമേൻ കാര്യങ്ങൾ ആമേൻ ഈ ദിവസങ്ങളിൽ അതിൻ്റെതായ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആമേൻ ലിമിറ്റേഷൻ വെച്ചിരിക്കുകയാണ്. ആമേൻ ഇത് മറ്റു രാജ്യങ്ങളിലേക്ക് അതായത് ആമേൻ മറ്റ് ഉള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തക്ക വിധത്തിൽ ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യുവാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ആമേൻ അതിൻ്റെതാകുന്ന ലീഗലി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് യൂട്യൂബിൽ നമ്മുടെ സന്ദേശം ലൈവായി ചെയ്യുവാൻ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന് 1000 സബ്സ്ക്രൈബേഴ്സ് വേണം. അതിനുവേണ്ടി ആമേൻ അത് നിങ്ങൾ ആമേൻ താല്പര്യമുള്ളവർ ആമേൻ സന്തോഷമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആമേൻ അത്
സഹകരിക്കുക. ദൈവനാമ മഹത്വത്തിനു വേണ്ടി മറ്റ് ആമേൻ ലാഭോച്ഛയൊന്നും അതിൻ്റെ പിന്നിലില്ല. അതിലൂടെ വരുമാനം ഉണ്ടാക്കണമെന്നുള്ള വ്യാമോഹമില്ല. ആമേൻ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഓപ്പണായി പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇത് അറിവില്ലാത്തവർ ബഹുഭൂരിപക്ഷം ആളുകളുമുണ്ട്. ആമേൻ, ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരും അതിൽ സഹകരിക്കുക. ആമേൻ, ഇത് ചെയ്യുന്നത് പോലെ തന്നെ യൂട്യൂബിൽ ആമേൻ അത് ചെയ്യുവാനായിട്ടുള്ള ഒരു നിയോഗം ദൈവം തരുന്നത് കൊണ്ടാണ്. ആമേൻ, നാളത്തെ ആരാധനയിൽ എല്ലാവർക്കും പ്രാർത്ഥനയോടെ കടന്നു വരാൻ നിങ്ങൾക്ക് സമയം സാഹചര്യം ഒക്കുന്നെങ്കിൽ കടന്നു വരിക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. വെള്ളിയാഴ്ച തോറുമുള്ള തലസമയ പ്രാർത്ഥന അനേകർക്ക് അനുഗ്രഹവും വിടുതലുമായി കൊണ്ടിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ശുഭരാത്രി. ദൈവം അനുവദിച്ചാൽ നാളെ രാത്രിയിലും ആമേൻ നമുക്ക് ഒരുമിച്ച് കാണും വരെ കർത്താവ് നമ്മളെ സൂക്ഷിക്കുമാറാകട്ടെ.